Hello everyone, welcome to Plus One Mathematics Revision and previous year question paper discussion of chapter Permutations and Combinations. പ്ലസ് വണ്ണിൽ കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻ ഉള്ള ഒരു ചാപ്റ്ററാണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ആദ്യമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത് എന്താണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്നാണ്. If an event can occur in m different ways, another event can occur in n different ways, then total number of occurrence in the given order is equal to m into n. Then factorial notation ആണ് n factorial equal to 1 into 2 into etc into n minus 1 into n ആണ് n factorial എന്ന് പറയുന്നത്. 0 factorial 1 ആണ്. ദെൻ ഇതിൻ്റെ ഒരു റീക്കറൻസ് ഫോർമുലയാണിത്. n factorial നമുക്ക് n into n minus 1 factorial എന്ന് എഴുതാം. That's also equal to n into n minus 1 into n minus 2 factorial. Again, this is equal to n into n minus 1 into n minus 2 into n minus 3 factorial. Okay. Then permutation എന്താണ് നമ്മൾ കാണാൻ പോകുന്നത്. Permutation is an arrangement of a number of objects which can be made by taking some or all at a time. n objects ഉണ്ട്. അതിൽ അറ്റ് എ ടൈം കുറച്ച് എലമെൻറ്റ്സ് എടുക്കുന്നതാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതൊരു അറേഞ്ച്മെൻ്റ് ആണ്. Then NP are equal to formula NP are equal to n factorial divided by n minus r factorial. So ഇതിനൊരു റിക്കറൻസ് ഫോർമുല ആയിട്ട് എഴുതുവാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു n into n minus 1 into n minus 2 into എക്സെട്ര into n minus r plus 1. ഓക്കെ, എൻ പി സീറോ എന്ന് പറയുന്നത് 1 ആണ്, എൻ പി എൻ എന്ന് പറയുന്നത് n ഫാക്ടോറിയലുമാണ്. ദെൻ കുറച്ച് ഒബ്ജക്ട്സ് റിപ്പീറ്റ് ചെയ്യണം. അതായത് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദ ഒബ്ജക്ട്സ് n ഒബ്ജക്ട്സ് ഉണ്ട്. അതിൽ P1 ഒബ്ജക്ട്സ് ആർ ഓഫ് സെയിം കൈൻഡ്, P2 ഒബ്ജക്ട്സ് ആർ ഓഫ് സെയിം കൈൻഡ്, അനദർ കൈൻഡ് ആൻഡ് എക്സെട്ര PK ആർ ഓഫ് kth കൈൻഡ്. Then total number of arrangement is equal to n factorial divided by p1 factorial into p2 factorial into pk factorial. Then അടുത്തതായിട്ട് നമ്മൾ കാണുമ്പോൾ എന്താണ് കോമ്പിനേഷൻ ആണ്. നമ്പർ ഓഫ് കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ടേക്കൻ r at a time is denoted by NCR. NCRൻ്റെ ഡെഫിനിഷൻ NCR equal to n factorial divided by r factorial into n minus r factorial. Then NC നോട്ടും NC എന്നും 1 ആണ്. അതുപോലെ തന്നെ NC n minus 1ഉം NC 1ഉം n ആണ്. ഓക്കെ, ദെൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ഫോർമുലാസ് കൂടെ ഉണ്ട്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഫോർമുലയാണ് എൻ സി ആർ ഈക്വൽ ടു എൻ സി എൻ മൈനസ് ആർ. ഇഫ് എൻ സി എയും എൻ സി ബിയും ഈക്വൽ ആണെങ്കിൽ, രണ്ടും ഈക്വൽ ആണെന്ന് പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എ പ്ലസ് ബി ആയിരിക്കും, അല്ലെങ്കിൽ എ ബിയും ഈക്വൽ ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു ഫോർമുലയാണ് എൻ സി ആർ പ്ലസ് എൻ സി ആർ മൈനസ് 1 ഈക്വൽ ടു എൻ പ്ലസ് 1 സി ആർ. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് പലപ്പോഴുള്ള ഒരു സംശയമാണ് എന്താണ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്താണ്, അതുപോലെ തന്നെ കോമ്പിനേഷൻ എന്താണ്, ഇവരുടെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ABC 3 ഒബ്ജക്ട്സ് ഉണ്ട്. അതിൽ അറ്റ് എ ടൈം 2 എടുത്തുകൊണ്ടുള്ള അറേഞ്ച്മെൻറ്റ് കൺസിഡർ ചെയ്യുക. സോ എന്തൊക്കെയായിരിക്കും അറേഞ്ച്മെൻറ്റ് വരിക? എ ബിയും ബി എയും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ്. കാരണം ഇവിടെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് എ വരുന്നു, ഇവിടെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് ബി വരുന്നു. ദെൻ AC BC, ദെൻ BC AC BC വരുന്ന പോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് അറേഞ്ച്മെൻറ്റ് CAയും ACയും ഉണ്ടാവും. BC കറസ്പോണ്ടിങ് ആയിട്ട് CB ഉണ്ടാവും. സോ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്, ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് 6 ആയിരിക്കും. സോ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് NPR. ഇപ്പോൾ 3 ഒബ്ജക്ട്സ് ഉണ്ട്, അറ്റ് എ ടൈം 2 എടുക്കുന്നു. സോ 3P2 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 മൈനസ് 2 ഈക്വൽ ടു 1 ഫാക്ടോറിയൽ വിച്ച് ഇസ് ഈക്വൽ ടു 3 ഫാക്ടോറിയൽ ഈക്വൽ ടു 6 ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻസ്. ദെൻ ABC ഇത് ഉപയോഗിച്ചിട്ടുള്ള കോമ്പിനേഷൻ അഥവാ സെലക്ഷൻ. അപ്പോൾ ഞാൻ AB കൺസിഡർ ചെയ്യാം. AB ഒരു സെലക്ഷനാണ്. ദെൻ എയും സിയും കൺസിഡർ ചെയ്യുക, അത് അടുത്ത സെലക്ഷനാണ്. ദെൻ BC കൺസിഡർ ചെയ്യുക, അത് അടുത്ത സെലക്ഷനാണ്. നോക്കുക, ഇവിടെ ABയും BAയും രണ്ട് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. കാരണം രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ്. ഇവിടെ സെലക്ഷൻ ചൂസ് ചെയ്യുന്നത് AB സെലക്ട് ചെയ്താലും BA സെലക്ട് ചെയ്താലും സെയിം തന്നെയാണ്, സെലക്ഷനാണ്. ഓക്കെ, ABയും BAയും തമ്മിൽ ഡിഫറൻസ് ഇല്ല, ACയും CAയും തമ്മിൽ ഡിഫറൻസ് ഇല്ല, PCയും CBയും തമ്മിൽ ഡിഫറൻസ് ഇല്ല. സോ ടോട്ടൽ നമ്പർ ഓഫ് കോമ്പിനേഷൻ ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും. ഓക്കെ, പെർമ്യൂട്ടേഷൻ കൂടുതലായിരിക്കും, കോമ്പിനേഷൻ കുറവായിരിക്കും. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻ്റ് ആണ്, കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷനാണ്. ഇതാണ് ഇവിടെ മേജറായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഡിഫറൻസ്. ഓക്കെ, ദെൻ നമുക്കിവിടെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കണം. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ, അതിൽ കോമ്പിനേഷൻ വരുമ്പോൾ നമുക്ക് ഒരു റീക്കറൻസ് ഫോർമുല, നമുക്ക് 9P2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. 9P ഈ 2 എന്ന് പറയുന്നത് നമുക്കറിയാം 9P2 ഈക്വൽ ടു 9 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് ആർ, ദറ്റ്സ് ഈക്വൽ ടു 9 മൈനസ് 2 ഈക്വൽ ടു 7 ഫാക്ടോർ. ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം, 9 ഇൻറ്റു 8 എന്നെഴുതാം. ഓക്കെ,
സോ നയൻ സി ടു എന്ന് പറയുന്നത് 9 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 9 - 2 7 ഫാക്ടോറിയൽ. ഓക്കെ, ഇതിനെ നമുക്ക് ഈ രീതിയിൽ റെഡ്യൂസ് ചെയ്യാം. സോ നമുക്കിവിടെ ഒരു എളുപ്പ വഴിയുണ്ട് കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഫോർ എക്സാമ്പിൾ 9 C2 കണ്ടുപിടിക്കണം. 9 C2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 പ്രാവശ്യം റെഡ്യൂസ് ചെയ്യുക. 9 × 8 2 പ്രാവശ്യം ന്യൂമറേറ്റർ റെഡ്യൂസ് ചെയ്യുക, അതുപോലെ ഡിനോമിനേറ്ററിൽ 2 പ്രാവശ്യം റെഡ്യൂസ് ചെയ്യുക. 1 × 2. ഓക്കെ, 9 × 8 / 1 × 2 ആയിരിക്കും 9 C2. അതുപോലെ തന്നെ 10 C3 കണ്ടുപിടിക്കണം. 10 C3 എന്ന് പറഞ്ഞാൽ 10 × 3 പ്രാവശ്യം റെഡ്യൂസ് ചെയ്യും. 10 × 9 × 8 ഡിനോമിനേറ്ററിൽ 1 × 2 × 3. നമ്പേഴ്സ് വേഗം ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ 14 C3യുടെ വാല്യൂ എന്തായിരിക്കും? 3 പ്രാവശ്യം റെഡ്യൂസ് ചെയ്യണം. 14 × 13 × 12 / 1 × 2 × 3. ഈ രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റോടൊപ്പം തന്നെ നമുക്കൊരു കാര്യം കൂടെ ഓർത്തിരിക്കാം. 14C11 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 14C3 ഈക്വലായിരിക്കും. കാരണം നമുക്കറിയാം ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 14 കിട്ടണം. സോ 14C11 ഈക്വലായിട്ട് 14C3 ആയിരിക്കും. അതുപോലെ നിങ്ങളോട് പറയുകയാണ് 100C98 കണ്ടുപിടിക്കണം. തൊട്ടുമുമ്പ് പറഞ്ഞ പോലെയാണ് 98 പ്രാവശ്യം റെഡ്യൂസ് ചെയ്യണം. നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ ഫോർമുല മാറ്റി എഴുതാം. ദിസ് ഈക്വൽ ടു 100C2 എന്ന് എഴുതാം. ഈ 2 പ്രാവശ്യം റെഡ്യൂസ് ചെയ്യാൻ 100 × 99 / 1 × 2. ഓക്കെ, ഇനി പ്രീവിയസ്ലി ഈ ചാപ്റ്ററിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ചോദിച്ച പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ് NCRൻ്റെ ഡെഫിനിഷൻ. പൊതുവേ 7 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം ചോദിക്കല്. ഫസ്റ്റ് പാർട്ടിൽ 3 മാർക്കിൻ്റെ ചോദ്യം, 4 മാർക്കിൻ്റെ ചോദ്യത്തിലും ഒരു ചോദ്യം ഇതിൻ്റെ അകത്തുനിന്നുണ്ടാവും. സോ NCRൻ്റെ ഡെഫിനിഷൻ ഈക്വൽ ടു N ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു N - R ഫാക്ടോറിയൽ. അടുത്ത ചോദ്യം, ഇൻ ഹൗ മെനി വേസ് എ കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് 3 men and 2 women ക്യാൻ ബി ചൂസൺ ഫ്രം 7 men and 5 women. ആകെ 7 മെന്നും 5 വിമനും ഉള്ളത്. അതിൻ്റെ അകത്ത് 3 മെന്നിനെയും ആൻഡ് 2 വിമനെയും സെലക്ട് ചെയ്യണം. സോ ആകെ 7 മെന്നിൽ 3 പേരെ സെലക്ട് ചെയ്യണം, ആൻഡ് 5 വിമനിൽ 3 വിമനെയും 2 വിമനെ സെലക്ട് ചെയ്യാം. എത്ര രീതിയിൽ ചെയ്യാൻ പറ്റും? സോ സെലക്ഷൻ കോമ്പിനേഷനാണ്. സോ 7 എലമെൻറ്റ്സിൽ 3 ചൂസ് ചെയ്യണം. ദാറ്റ് ഈസ് 7C3 ഇൻറ്റു 5ൽ 2 സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 5C2. വാല്യൂ ഈസ് ഈക്വൽ ടു 7C3 ഈക്വൽ ടു 7 × 6 × 5 ഡിവൈഡ് ബൈ 1 × 2 × 3. And 5C2 equal to 5 × 4 divided by 1 × 2. So 2 × 3 6 cancel ചെയ്തു. Then 1 × 2 2. So this will be 10. 35 × 10 will be 350 will be correct answer. Now NPR NCR തന്നിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട റിസൾട്ടാണ് NPR ഡിവൈഡ് ബൈ NCR ഈസ് ഈക്വൽ ടു R ഫാക്ടോറിയൽ ആയിരിക്കും. ഇംപ്ലൈസ് നമുക്കിവിടെ NPR 840 എന്നതുണ്ട്. NPR ഡിവൈഡ് ബൈ NCR 35 ഈക്വൽ ടു R ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 24. R ഫാക്ടോറിയൽ 24 ആണ്. ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും? എന്തിൻ്റെ ഫാക്ടോറിയലാണ് 24 കിട്ടുന്നത്? R ഈക്വൽ ടു 4ൻ്റെ ഫാക്ടോറിയലാണ്. ദെൻ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ആറ്റിറ്റ്യൂഡ്. ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ആണ് കാണുന്നത്. സോ ആറ്റിറ്റ്യൂഡിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് കൃത്യമായിട്ട് എണ്ണിയെടുക്കുക. സോ 4 8 9 ലെറ്റേഴ്സ് ഉണ്ട്. സോ നമുക്കറിയാം N ഒബ്ജക്ട്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് കുറച്ചെണ്ണം റിപ്പീറ്റീവ് ആണ്. അതിൻ്റെ അകത്ത് കുറച്ചെണ്ണം P1 ടൈപ്പാണ്. P1 ഉള്ള ടൈപ്സ് ആർ P1 ആർ ഓഫ് 1 കൈൻഡ്, P2 ആർ ഓഫ് another kind. A formula P2 factorial etc. into PK factorial. So total number of arrangement or total number of permutation equal to, so 9 letters under 9 factorial divided by അതിൽ ആറ്റിറ്റ്യൂഡ് A റിപ്പീറ്റ് ചെയ്യുന്നില്ല, T 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. 9 ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ്. ദെൻ ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് 5 കാർഡ് കോമ്പിനേഷൻസ് ഔട്ട് ഓഫ് എ ഡെക്ക് ഓഫ് 52 കാർഡ്സ് ഇഫ് ദർ ഇസ് എക്സാക്ട്ലി 1 ഈസ് കാർഡ്. സോ ആകെ 52 കാർഡുണ്ട്. അതിൻ്റെ നമുക്ക് 5 കാർഡ് കോമ്പിനേഷനാണ് വേണ്ടത്. സോ അതിൽ വേണ്ടത് ആ കോമ്പിനേഷനിൽ 1 എയ്സ് കാർഡും ആൻഡ് 4 എക്സാക്ട്ലി 1 എയ്സ് കാർഡുണ്ട്. അപ്പോൾ എക്സാക്ട്ലി 1 എയ്സ് കാർഡ് ആണെങ്കിൽ ഒരെണ്ണം കൃത്യമായിട്ട് എയ്സ് കാർഡ് ആയിരിക്കണം, 4 നോൺ എയ്സ് കാർഡ് ആയിരിക്കണം. ഓക്കെ, സോ അത് എത്ര രീതിയിൽ നടത്താം? നമുക്കറിയാം 52ൽ 4 എയ്സ് കാർഡാണല്ലോ. 4 എയ്സും 48 നോൺ എയ്സ് കാർഡുമാണ് ഉണ്ടാവുക. സോ നമുക്ക് 4 എയ്സ് കാർഡിൽ 1 സെലക്ട് ചെയ്യാം. എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും? ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 4C1 വേസ്. ആൻഡ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ. 48 നോൺ എയ്സിൽ 4 നോൺ എയ്സ് സെലക്ട് ചെയ്യണം. ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 48C4. സോ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ദാറ്റ്സ് ഇറ്റ്. NC4 ഈക്വൽ ടു NC6.
NC4 NC6 ഈക്വൽ ആണ്. സോ 6+4 ആയിരിക്കും എന്നിൻ്റെ വാല്യൂ. സോ n ഈക്വൽ ടു 6+4 = 10. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് NC8 ആണ്. ദാറ്റ് ഈസ് 10C8ൻ്റെ വാല്യൂ ഈക്വൽ ടു 10C2 വിച്ച് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 9. 2 റെസ്റ്റ് റെഡ്യൂസ് 1 ഇൻറ്റു 2. 90 divided by 2 equal to 45 will be our answer. Find the number of arrangements of the letters of the word independence. So independence എത്ര വേർഡ് ഉണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻഡിപെൻഡൻസ്. സോ 12 ലെറ്റേഴ്സ് ആണുള്ളത്. സോ ഇൻഡിപെൻഡൻസിൽ ആകെ n ഈക്വൽ ടു 12. ദെൻ P1 റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. റിപ്പീറ്റ് ചെയ്യുന്നത് I റിപ്പീറ്റ് ചെയ്യുന്നില്ല, n 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ P1 ഈക്വൽ ടു 3 ആൻഡ് P2 ഈസ് ഈക്വൽ ടു, അടുത്ത് D റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 2 Ds ആണുള്ളത്. 2 Ds ഉള്ളതുകൊണ്ട് P2 ഈക്വൽ ടു 2 ആൻഡ് E ഈക്വൽ ടു 4. Okay. Then we have total number of arrangements. We have 3 N ഉണ്ട്, 2 D ഉണ്ട്, 4 E ഉണ്ട്. Then total number of permutations equal to, സ്റ്റെപ്പ് എഴുതിയിട്ട് എഴുതുക, എൻ്റെ ആൻസർ ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് 12 ആണ്. 12 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ, റിപ്പീറ്റ് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുക, 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. That is total number of arrangements. In how many of these arrangements do the all vowels always occur together? എപ്പോഴൊക്കെയാണ് വവൽസ് എപ്പോഴും ഒരുമിച്ച് വരുന്നത്? ഏതൊക്കെ അറേഞ്ച്മെൻറ്റിലാണ് എല്ലാ വവൽസും ഒരുമിച്ച് ചെയ്യുന്നത്? സോ വവൽസിന് ഒരുമിച്ച് ഞാൻ അറേഞ്ച് ചെയ്യണം. വവൽസ് എന്ന് പറയുന്നത് I, E, E ആണ് വവൽസ്. വവൽസിനെ എല്ലാം കൂടെ ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ബാക്കി എത്ര 5 വവൽസ് ആണുള്ളത്? ബാക്കി 7 പൊസിഷൻസിൽ നമുക്ക് ഉണ്ടാകും, ലെറ്റേഴ്സ് ഉണ്ടാകും. ഓക്കെ. സോ ഈ വവൽസിനെല്ലാം കൂടെ ഒറ്റ പൊസിഷനായിട്ട് കൺസിഡർ ചെയ്തു. സോ ഇതൊരു സിംഗിൾ പൊസിഷനാണ്. സോ വവൽസ് അല്ലാതെ 7 പൊസിഷനുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് 8 പൊസിഷൻസ് ഉണ്ട്. ആ 8 പൊസിഷൻസിനെ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 8 ഫാക്ടോറിയൽ. ദെൻ ആ 7ൽ കുറച്ചെണ്ണം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് നമുക്ക് 3 N's വരുന്നുണ്ട്. സോ 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ 2 D's വരുന്നുണ്ട്, അത് വെച്ച് 2 വെച്ചും ഡിവൈഡ് ചെയ്യണം. സോ ചെയ്ത കാര്യം, വവൽസിനെ ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. അതൊരു സിംഗിൾ പൊസിഷനാണ്. വവൽസ് അല്ലാതെ 7 ലെറ്റേഴ്സ് ഉണ്ട്. സോ ടോട്ടൽ പൊസിഷൻസ് 8 പൊസിഷൻസ്, അതായത് 8 ഒബ്ജക്ട്സ് ഉണ്ട്. 8 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ റിപ്പീറ്റ് ചെയ്യുന്ന 3 N's 2 D's അതിനെ ഡിവൈഡ് ചെയ്തു. സോ ഇപ്പോൾ നമ്മൾ ഇതിനെ ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത്, ദെൻ ഈ IEE 5 ലെറ്റേഴ്സ് ഉണ്ടല്ലേ, അതിനെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് 5 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. 5 ഒബ്ജക്ട്സ് ഉണ്ട്, അതിൽ തന്നെ 4 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് വിൽ ബി 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ. ദിസ് വിൽ ബി അവർ കറക്റ്റ് ആൻസർ. ഹൗ മെനി ഓഫ് ദീസ് ഓൾ ദ വവൽസ് ഡു നോട്ട് ഒക്കർ ടുഗദർ എന്നാണെങ്കിൽ, ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സിൽ ഇത് സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു നോട്ട് ഒക്കർ ചെയ്യുന്ന കേസ് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NPR. NPR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ദാറ്റ്സ് അവർ കറക്റ്റ് ആൻസർ. ദെൻ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഡെഫിനിഷൻ, n മൈനസ് P3 എന്ന് പറയുന്നത് ഡെഫിനേഷൻ ഉപയോഗിച്ച് എഴുതാം. n-1 P3 ഈക്വൽ ടു n-1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n-r, ദാറ്റ് ഈസ് n-1 മൈനസ് 3 ഫാക്ടോറിയൽ. n-1 മൈനസ് r, ആറിന് പകരം 3 ഫാക്ടോറിയൽ. ദെൻ ഇവിടെ റേഷ്യോ ആണ്, ഡിവൈഡ് ബൈ ഇതെന്നാണ്. സോ ദിസ് ഇസ് കംസ് ടു ന്യൂമറേറ്റർ. 9 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ. സോ 9 ഇൻറ്റു n-1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n-4 ഫാക്ടോറിയൽ ഈക്വൽ ടു, റൈറ്റ് സൈഡിൽ NP4 ആയിരിക്കും. n ഫാക്ടോറിയൽ ഡെഫിനിഷൻ, n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n-4 ഫാക്ടോറിയൽ, റൈറ്റ്. സോ ഡിനോമിനേറ്ററിൽ n-1 മൈനസ് 3 എന്ന് പറയുന്നത് n-4 ഫാക്ടോറിയലാണ് ആക്ച്വലി. സോ ദിസ് ഇസ് n-4 ഫാക്ടോറിയലും ഈ n-4 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യാം. ന്യൂമറേറ്ററിൽ ഇപ്പോൾ ഉള്ളത് n-1 ഫാക്ടോറിയൽ ഇൻറ്റു 9 ഈക്വൽ ടു n ഫാക്ടോറിയൽ. സോ n-1 ഫാക്ടോറിയൽ ഇൻറ്റു 9 ഇൻറ്റു n-1 ഫാക്ടോറിയൽ ഈക്വൽ ടു n ഫാക്ടോറിയൽ n ഇൻറ്റു n-1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. Then now we have n-1 factorial രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ. n-1 factorial n-1 factorial കിട്ടി. 9 equal to n. That's our answer. Okay, a bag contains, ബാഗിൽ 6 red balls and 8 green balls ആണുള്ളത്. Determine the number of ways in which 4 red balls and 5 green balls can be selected. So ഇതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് 4 റെഡ് ആൻഡ് 5 ഗ്രീൻ ആണ്. സോ 6 റെഡിൽ 4 എടുക്കണം ആൻഡ് 8ൽ 5 ഗ്രീനും എടുക്കണം. സോ ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 6C4 ഇൻറ്റു 6C4 ബേസിൽ 6 റെഡിൽ നിന്ന് 4 റെഡ് എടുക്കുക. ദെൻ 5 ഗ്രീന് 8ൽ നിന്ന് എടുക്കണം. സോ ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ 8C5. ദിസ് ഈക്വൽ ടു 6C2 ഇൻറ്റു 8C3. അതിൽ കാൽക്കുലേറ്റർ വെച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ദാറ്റ്സ് ഇറ്റ്. ദെൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ദ ലെറ്റർ ഓഫ് ദിസ് വേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് ആദ്യം കൗണ്ട് ചെയ്യണം. 4
4 പ്ലസ് 4 8 പ്ലസ് 1 9 ലെറ്റേഴ്സാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ 8 ലെറ്റേഴ്സ് 9 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 ഐ ഉണ്ട്, 2 ഐസ്, ദെൻ 1 എൻ, 1 എസ്, 3 ടീസ് ആർ ദർ, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ 9 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ആയിരിക്കും കറക്റ്റ് ആൻസർ. ബട്ട് വി ഹാവ് എ റെസ്ട്രിക്ഷൻ, ഹൗ മെനി ഓഫ് ദം ബിഗിൻ വിത്ത് എൻ. സോ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് എൻ ആയിരിക്കണം. ദെൻ ബാക്കി ഉള്ള ലെറ്റേഴ്സാണ് നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ലെറ്റർ എൻ ആണെങ്കിൽ ബാക്കി എത്ര പൊസിഷൻ ഉണ്ടാകും? 8 പൊസിഷൻ ഉണ്ടാകും. 8 പൊസിഷൻ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 8 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ, ആൻഡ് എൻ ഒഴികെ ഉള്ള ലെറ്റേഴ്സിനെ ഏതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നോക്കുക. അതിൻ്റെ 2 ഐയും 3 ടി ഉണ്ട്. സോ ദാറ്റ് ഈസ് 8 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഈസ് അവർ ആൻസർ. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യേണ്ടത് 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ്സിനുള്ളിൽ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് ചെയ്യാം. അങ്ങനെ ചെയ്തില്ല എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, കാൽക്കുലേറ്റർ റീഡ് ചെയ്യുക, നിങ്ങൾ 8 ഫാക്ടോറിയൽ ഹരിക്കണം 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ കാൽക്കുലേറ്റർ ഇതിനെ റീഡ് ചെയ്യുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോൾ ഡിവിഷനായി, 2 ഫാക്ടോറിയൽ വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററിലേക്കും 3 ഫാക്ടോറിയൽ, ഈ രീതിയിലായിരിക്കും കാൽക്കുലേറ്റർ റീഡ് ചെയ്യുക. സോ കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്നിട്ട് ശേഷം ബ്രാക്കറ്റിനുള്ളിൽ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ ചെയ്യുക. അപ്പോഴാണ് കറക്റ്റ് ആൻസർ കിട്ടുക. ദാറ്റ്സ് ഇറ്റ്. നൗ 4 cards are drawn from a pack of 52 playing cards. ഓക്കെ, ഒരു ഡെക്കിൽ ആകെ 52 കാർഡുണ്ട്. അതിൻ്റെ അകത്ത് 4 കാർഡാണ് നമ്മൾ ഔട്ട് സൈഡ് എടുക്കുന്നത്. ഇനി ഹൗ മെനി വേസ് ഇറ്റ് ക്യാൻ ബി ഡൺ എന്നാണ് ഫസ്റ്റ് പാർട്ടിൽ. സോ 52 കാർഡ്സിൽ 4 കാർഡ്സ് എത്ര രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും? ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ 52C 4 വേസിൽ ഇറ്റ് ക്യാൻ ബി ഡൺ. ദെൻ ഇൻ ഹൗ മെനി വേസ് these 4 cards contain 2 red and 2 green. So 2 red and 2 black ആണ് നമുക്ക് എടുക്കേണ്ടത്. 2 red 2 black, that can be done in how many different ways? സോ 2 റെഡ് 2 ബ്ലാക്ക് എടുക്കണം. സോ 52 കാർഡിൽ 26 റെഡും 26 ബ്ലാക്കും ആണുള്ളത്. 26 റെഡിൽ നിന്ന് 2 റെഡ് എടുക്കണം. ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 26C 2 വേസ്. ആൻഡ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ. 26 ബ്ലാക്കിൽ 2 ബ്ലാക്ക്സ് എടുക്കണം. ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 26C 2 ways. That will be our answer, 26C2 all square. Then NC9 equal to NC8. അപ്പോൾ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ വി നോ ദാറ്റ് NC 6 NC n മൈനസ് 6ഉം മൈനസ് 6 ഈക്വൽ ആണ്. സോ ഈ സമ്മുകൾ ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് n ഈക്വൽ ടു 9 പ്ലസ് 8 ഈക്വൽ ടു 17. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് NC17 ആണ്. ദാറ്റ് ഈസ് 17C17 ഈക്വൽ ടു 1. Find the number of arrangements of letters of the word independence taken all at a time, which starts with the P. So ഇൻഡിപെൻഡൻസിൽ ആകെ 12 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ 3 N ഉണ്ട്, 2 D ഉണ്ട്, 4 E ഉണ്ട്. സോ ലെറ്റേഴ്സ് വിത്ത് സ്റ്റാർട്ടിങ് വിത്ത് പി ആണ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ലെറ്റർ പി ആണെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ നമുക്ക് ഫിക്സ് ചെയ്യണം. അതിനൊരു ചേഞ്ചും ഇല്ല. ബാക്കി ടോട്ടൽ നമ്പർ ഓഫ് പൊസിഷൻ ഉള്ളത് 11 ആണ്. അതിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്നാണ് കാണാൻ പോകുന്നത്. സോ 11 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ, റിപ്പീറ്റ് ചെയ്യുന്ന 3 N ഉണ്ട്. സോ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 Ds, 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 Is, 4 ഫാക്ടോറിയൽ. ദിസ് വിൽ ബി അവർ ആൻസർ. Again repeated ചോദ്യം. NC9 equal to NC8, then N equal to 9 plus 8 equal to 17. NP are definition, and factorial divided by N minus R factorial. Find the number of permutations using all letters of the word mathematics. Mathematics എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് ആദ്യം കൗണ്ട് ചെയ്യുക. Mathematics. Then we have 11 letters. Total number of objects N equal to 11 ആണ്. then അതിൽ റിപ്പീറ്റ് ചെയ്യുന്നത് M 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്. 2 M's are there and 2 A's are there. then TH 2 T's ഉണ്ട്. E ഉണ്ടോ? ഇല്ല. മാത്തമാറ്റിക്സ്. ഓക്കെ, ഇത്രയാണ് റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് ഉള്ളത്. റൈറ്റ്. then total number of permutation is equal to total number of objects 11 factorial divided by, repeat ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുക, 2 factorial into 2 factorial into 2 factorial. That will be our answer. Now how many 3 digits can be formed using the digits 1 2 3 4 5, assuming repetition of digit is allowed. Repetition allowed ആണ്. 3 numbers ആണ് ഫോം ചെയ്യേണ്ടത്. സോ 3 പൊസിഷൻ ഉണ്ട്. സോ ഫസ്റ്റ് പൊസിഷനിൽ 5 ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഫിൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പൊസിഷൻ 5 രീതിയിൽ ഫിൽ ചെയ്യാൻ പറ്റും. റിപ്പീറ്റേഷൻ അലൗഡ് ആയതുകൊണ്ട് സെക്കൻഡ് പൊസിഷൻ 5 രീതിയിൽ ഫിൽ ചെയ്യാൻ പറ്റും. ഇതും 5 രീതിയിൽ ഫിൽ ചെയ്യാം. സോ ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഈക്വൽ ടു
an event can occur in n different ways, another event can occur in n different ways, another event can occur in another different ways. M into അതിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്. 5 into 5 into 5, 5 into 5 into 5 equal to 125 will be our answer. Okay, a bag contains 5 black balls, 6 red balls. Determine number of ways in which 2 black and 3 red balls can be selected. So 5 ബ്ലാക്കിൽ രണ്ടര സെലക്ട് ചെയ്യണം. ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 5C2 വേസ് ഇൻറ്റു ആൻഡ് 6ൽ 3 സെലക്ട് ചെയ്യണം. 6C3 ഇറ്റ്സ് അവർ കറക്റ്റ് ആൻസർ, റൈറ്റ്. ദെൻ ഇവിടെ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ഒരു ചോദ്യമാണ്. സോ പെർമ്യൂട്ടേഷൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. വി ഹാവ് permutation n-1 p3, n-1 p3 equal to definition n-1 factorial divided by n-1 minus 4 minus 3 factorial equal to into 9 equal to n factorial divided by n minus 4 factorial. n's cancel ആകും. ബാക്കി നമുക്ക് കിട്ടുക n equal to 9 ഓൾറെഡി ചെയ്ത പ്രോബ്ലം ആണ്. ദെൻ സെക്കൻഡ് പാർട്ട് ബി പാർട്ട് ചെയ്ത് നോക്കുക. 1/8 factorial plus 1/9 factorial equal to x/10 factorial. സോ നമുക്ക് എൽ സി എം വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ. എൽ സി എം എന്ന് പറയുന്നത് 10 factorial ആണ്. 10 factorial വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 10 factorial divided by 8 factorial plus 10 factorial divided by 9 factorial plus equal to x divided by 10 factorial into 10 factorial. റൈറ്റ് സൈഡിൽ ഈ ടൈംസ് ക്യാൻസൽ ആകും. ബാക്കി റിക്കറൻസ് ഫോർമുല നമുക്ക് ചെയ്യാം. ഇതിനെ നമുക്ക് 8 factorial രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്യാം. ബാക്കി ഉണ്ടാവും 10 into 9 ന്യൂമറേറ്റർ 10 into 9 into 8 factorial ആണ് 10 factorial. 8 factorial രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ആകും. ബാക്കി 10 into 9 പ്ലസ് ഇവിടെയും 10 into 9 factorial 9 factorial രണ്ടിൽ നിന്ന് ക്യാൻസൽ ആകും. ബാക്കി 10 ഉണ്ടാവും ഈക്വൽ ടു എക്സ്. 10 into 9 90 പ്ലസ് 10 ഈക്വൽ ടു x will be 100. NC8 equal to NC2. So sum n കിട്ടും. So 8 plus 2 equal to 10 will be sum. In how many chords can be drawn through 21 points on a circle? Okay, എത്ര കോഡുകൾ കൺസ്ട്രക്ട് ചെയ്യാം? ഒരു സർക്കിളിൽ 21 പോയിന്റ്സ് ഉണ്ട്, കുറേ പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, 21 പോയിന്റ്സ് ആണ് ടോട്ടൽ ഉള്ളത്. സോ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു കോഡ് കിട്ടുക. ഓക്കെ, അപ്പോൾ 2 പോയിന്റ് ജോയിൻ ചെയ്യുമ്പോൾ ഒരു കോഡ്, ടോട്ടൽ നമ്പർ ഓഫ് കോഡ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 2 പോയിന്റ് ജോയിൻ ചെയ്യണമെങ്കിൽ 2 പോയിന്റ്സ് അറ്റ് എ ടൈം കണക്ട് ചെയ്യണം, റൈറ്റ്. സോ 21 പോയിന്റ്സിൽ അറ്റ് എ ടൈം 2 പോയിന്റുകൾ സെലക്ട് ചെയ്യണം. ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ആണ് കണ്ടുപിടിക്കുന്നത് 21C2. എന്തുകൊണ്ടാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ ഇവിടെ ഉപയോഗിക്കാത്തത്? കാരണം ഇത് നോക്കുക, എ ബി 2 പോയിൻ്റാണെന്ന് വിചാരിക്കും. എയിൽ നിന്ന് ബിയിലേക്ക് ജോയിൻ ചെയ്യുന്ന കോഡും ബിയിൽ നിന്ന് എയിലേക്ക് ജോയിൻ ചെയ്യുന്ന കോഡും സെയിം തന്നെയാണ്. ഒറ്റ കോഡായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ ഇവിടെ സെലക്ഷനാണ്. 2 പോയിന്റുകൾ അറ്റ് എ ടൈം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോഡ് ക്രിയേറ്റ് ചെയ്യാം. സോ ടോട്ടൽ നമ്പർ ഓഫ് കോഡ്സ് ഈക്വൽ ടു 21C2 ആയിരിക്കും. 21C2 ഈക്വൽ ടു 21 into 20 divided by 1 into 2, which will be 10 into 21 equal to 10 is the total number of chords. How many 3-digit numbers can be formed using 1, 2, 3, 4, 5? Assuming that repetition of digit is not allowed. So 3-digit numbers ആണ് ഫോം ചെയ്യേണ്ടത്. സോ 100 പ്ലേസ് നമുക്ക് 5 രീതിയിൽ ഫിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, റൈറ്റ്. സോ റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആണ്. സോ റിപ്പീറ്റേഷൻ അലൗഡ് ആയിരുന്നെങ്കിൽ ഈ പൊസിഷനിലും 5 വേസിൽ നമുക്ക് ഫിൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പൊസിഷൻ ഒരു നമ്പർ ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പൊസിഷനിൽ 5 നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റിപ്പീറ്റേഷൻ വരും. സോ സെക്കൻഡ് പൊസിഷൻ 4 രീതിയിൽ നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഫസ്റ്റ് പൊസിഷൻ 5, സെക്കൻഡ് പൊസിഷൻ 4 ടൈം രീതിയിലും ഫിൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ തേർഡ് പൊസിഷൻ 3 രീതിയിലാണ് ഫിൽ ചെയ്യാൻ പറ്റുന്നത്. സോ ദ ആൻസർ വിൽ ബി 5 into 4 into 3, which is 5p3. ഓക്കെ, 5 ഒബ്ജക്റ്റ് അതിൻ്റെ അറ്റ് എ ടൈം 3 ഒബ്ജക്റ്റ് എടുക്കുന്നത്. ദാറ്റ് വിൽ ബി യുവർ ടോട്ടൽ നമ്പർ ഓഫ് permutation, total number of numbers that can be formed using this. So 5 into 4 into 3 will be 60. അലഹാബാദ് എന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അലഹാബാദിൽ ആകെ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കാം. 9 ലെറ്റേഴ്സ് ആണുള്ളത്. n equal to 9. ആൻഡ് റിപ്പീറ്റ് ചെയ്യുന്നത് വി ഹാവ് 4 A's. 4 A ഉണ്ട്, ദെൻ 2 L ഉണ്ട്, then that's it. That is the total number of repetition. Then total number of arrangements, permutations equal to 9 factorial divided by 4 factorial into 2 factorial is our required answer.
Then independent, find the number of arrangements letters of the word independent. We already done that one. Then NC2 equal to NC8. Then n ന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 plus 2 equal to 10. N equal to 10. Then 10C3 ആണ് കണ്ടുപിടിക്കുന്നത്. 10C3 equal to 10 into 9 into 8 divided by 1 into 2 into 3. So we can cancel here 3, 4. So 3 into 4, 12 into 10, 120 will be our answer. How many triangles can be drawn by joining 10 points on a circle? Circle 10 points ഉണ്ട്. Okay. 10 points ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എത്ര ട്രയാങ്കിൾ വരയ്ക്കാം. സോ ഒരു ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് 3 പോയിന്റ്സ് സെലക്ട് ചെയ്തുകൊണ്ട് അവ കണക്ട് ചെയ്യണം. സോ 10 പോയിന്റ്സിൽ അറ്റ് എ ടൈം 3 എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം. ദാറ്റ് വിൽ ബി യുവർ ആൻസർ. 10C3 ഈക്വൽ ടു 120 ഈസ് അവർ കറക്റ്റ് ആൻസർ. ദാറ്റ്സ് ഇറ്റ്. ദെൻ ഫൈൻഡ് നമ്പർ ഓഫ് different 8-letter arrangement of the that can be made from the letters of the word daughter so that all vowels occur together. സോ ഡോട്ടറിൽ എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. DAUGHTR. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് N ഈക്വൽ ടു 8 ആണ്. ഓക്കെ. ദെൻ ഓൾ വവൽസ് ഒക്കർ ടുഗദർ എന്ന് പറയുന്നത് വവലായിട്ട് വരുന്നത് AUE ആണ്. ഓൾ വവൽസിന് നമ്മൾ ഒറ്റ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ബാക്കി 5 പൊസിഷൻസ് ഉണ്ടാവും. ബാക്കി 3 വവൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി 5 ലെറ്റേഴ്സ് ബാക്കിയുണ്ടാവും. സോ ടോട്ടൽ നമ്പർ ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത് 6 ആണ്. സോ 6 ഫാക്ടോറിയൽ വേസിൽ ഈ 6 പൊസിഷൻ, ടോട്ടൽ നമ്പർ ഓഫ് പൊസിഷൻ ഇവിടെ 5, ഈ വവലിൻ്റെ ഒരു പൊസിഷനായിട്ട് കണക്കുവാണെങ്കിൽ അതും കൂടെ ചേർക്കുമ്പോൾ 6 പൊസിഷനെ നമുക്ക് 6 ഒബ്ജക്ട്സിനെ നമുക്ക് 6 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യും പറ്റും. ഇതെല്ലാം നമ്മുടെ കറക്റ്റ് ആൻസർ. ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഇവിടെ ഈ 3 വവൽസിനെ നമുക്ക് എഗെയിൻ അതിൻ്റെ അകത്ത് തന്നെ ഡിഫറെൻറ്റ് രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. AUEക്ക് വരും EAU, അതൊരു അറേഞ്ച്മെൻ്റ് ആണ്. സോ ഇതിനെ നമുക്ക് 3 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. സോ ദിസ് വിൽ ബി അവർ കറക്റ്റ് ആൻസർ. Find the number of ways of choosing 4 cards from a deck of 52 playing cards. 52 കാർഡുണ്ട്. 52 കാർഡിൽ നമുക്ക് എടുക്കാനുള്ളത് 4 cards. How many ways this can be done? This can be done in 52C4 ways. It can be done. So ചോദ്യം അതല്ല. 4 cards. 4 സെയിം കാർഡാണെങ്കിൽ 4 cards are of same suit. എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? സോ 4 സെയിം കാർഡാണെങ്കിൽ സെലക്ഷൻ 52 4 സെയിം സ്യൂട്ട് ആയിരിക്കും. ദാറ്റ് മീൻസ് ഒന്നുകിൽ 13 ഡയമണ്ട്സ് ഓർ 13 ക്ലബ്സ് ഓർ 13 ഹാർട്ട്സ് ഓർ 13 സ്പീഡ്. സോ ഓർ എന്നാണ് വന്നിരിക്കുന്നത്. സോ 13 ഡയമണ്ട്സിൽ 4 സെലക്ട് ചെയ്യണം. ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 13C4 ways. ഓർ എന്ന് പറയുമ്പോൾ പ്ലസ് ആണ്, ആൻഡ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ. 13C4 വൈസിൽ ഡയമണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ദെൻ 13C4 വൈസിൽ ക്ലബ്സ് സെലക്ട് ചെയ്യാം. 13C4 വൈസിൽ ഹാർട്ട്സ് സെലക്ട് ചെയ്യാം. 13C4 വൈസിൽ സ്പീഡും സെലക്ട് ചെയ്യാം. സോ 4 പ്രാവശ്യം ആഡ് ചെയ്യുക. 4 into 13C4 വിൽ ബി യുവർ ആൻസർ. സോ ഓരോ പ്രാവശ്യവും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 4 കാർഡ്സ് ഓർ സെയിം സ്യൂട്ട്. ഓരോ 4 കാർഡും സെയിം സ്യൂട്ട് ആയിരിക്കണം. ഓക്കെ. 52 4 കാർഡ് എടുക്കണം. ആ 4 കാർഡും സെയിം സ്യൂട്ട് ആയിരിക്കണം. സോ 13 ഡയമണ്ട്സിൽ 4 സെയിം സ്യൂട്ടായിട്ട് വരിക. ഓക്കെ. അങ്ങനെ 13 ക്ലബ്സിൽ 4 എടുക്കുകയാണെങ്കിൽ അത് സെയിം സ്യൂട്ടായിരിക്കും അതുപോലെ. സോ ദിസ് ഈസ് അവർ ആൻസർ. ദെൻ സെക്കൻഡ് പാർട്ട്, ബി പാർട്ട് ചോദ്യം നോക്കുക. എ പാർട്ടിൻ്റെ ആൻസറാണ് ഇപ്പോൾ എഴുതിയത്. ബി പാർട്ട് എന്ന് പറയുന്നത് 4 cards ബിലോങ് ടു ഡിഫറെൻറ്റ് സ്യൂട്ട്. 4 ഡിഫറെൻറ്റ് സ്യൂട്ടായിരിക്കണം. ദാറ്റ് മീൻസ് 52 കാർഡിൽ നിന്ന് ഓരോ സ്യൂട്ടായിരിക്കും കിട്ടുന്നത്. 4 ഡിഫറെൻറ്റ് സ്യൂട്ട് കിട്ടണം. ദാറ്റ് മീൻസ് ഒരു ഡയമണ്ട്, 1 ഡയമണ്ട് ആൻഡ് 1 ക്ലബ്സ് ആൻഡ് 1 സ്പീഡ് ആൻഡ് 1 ഹാർട്ട് ആയിരിക്കണം നമുക്ക് കിട്ടുന്നത്. എത്ര രീതിയിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും? 1 ഡയമണ്ട് എത്ര രീതിയിൽ എടുക്കാൻ പറ്റും? 13 ഡയമണ്ട്സിൽ ഒരു ഡയമണ്ട് സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 13C1. ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ 1 ക്ലബ്ബാണ് എടുക്കാനുള്ളത്. 13 ക്ലബ്ബിൽ 1 ക്ലബ്ബ് 13C1 വൈസ് എടുക്കാം. ആൻഡ് 1 സ്പീഡ് 13C1 വൈസ് എടുക്കാം. ആൻഡ് 1 ഹാർട്ട് 13 എടുക്കും, 13C1. സോ ദാറ്റ് വിൽ ബി 13C1 all raised to 4. That will be 13 raised to 4 is our correct answer. Okay, C part, 2 cards, red cards and 2 black cards. So 26 red and 26 black ഉള്ളത്. അതിൻ്റെ അകത്ത് 2 റെഡ് വെച്ചെടുക്കണം, 2 ബ്ലാക്ക് എടുക്കണം. സോ ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 26C2 into 26C2. That's it. A set of parallels are intersect with another set of 3 parallels. Then the number of parallelograms so formed is. സോ പാരലോഗ്രാം ഫോം ചെയ്യണമെങ്കിൽ ഒരു സെറ്റ് ഓഫ് പാരലൈന് അനദർ സെറ്റ് ഓഫ് പാരലൈനുമായിട്ട് ഇൻ്റർസെക്ട് ചെയ്യുമ്പോഴാണ് ഒരു
ഒരു പാരലോഗ്രാമാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ടോട്ടൽ നമ്പർ ഓഫ്, അതായത് നമുക്ക് ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ ടു ആണ് അല്ലേ, ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ 2 ഒബ്ജക്ട്സ് ഉണ്ട്, 2 ലൈൻസ് അറ്റ് എ ടൈം 2 വെച്ചെടുക്കണം. 2C2 2C2 ഇൻറ്റു ഇവിടെ 3 സെറ്റ് ഓഫ് പാരലൈൻസ് പറയുമ്പോൾ ആകെ 6 പാരലൈൻസ് ഉണ്ടാവും. സോ ദാറ്റ് വിൽ ബി 2C2 ഇൻറ്റു 6C2 ഈസ് അവർ കറക്റ്റ് ആൻസർ. നൗ how many words with or without meaning each of 2 words, 2 vowels and 4 consonants can be formed using letters of the word daughter. ഡോട്ടർ എന്ന് പറയുന്ന വേർഡിൽ എത്ര ലെറ്റേഴ്സാണ് ആകെ ഉള്ളത്? ആകെ 8 ലെറ്റേഴ്സാണുള്ളത്. ഓക്കെ, ഡോട്ടറിൽ ആകെ 8 ലെറ്റേഴ്സ് ഉണ്ട്. ആ 8 ലെറ്റേഴ്സിൽ വവ്വല് കോൺസ്റ്റന്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുവാണ്. AUE ആണ് ടോട്ടൽ വവ്വൽ വരുന്നത്. ദെൻ കോൺസ്റ്റൻസ് ആയിട്ട് വരുന്നത് 5 കോൺസ്റ്റൻസ് ആണ് വരുന്നത്. സോ 3 വവ്വല് ആൻഡ് 5 കോൺസ്റ്റൻസ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ അറ്റ് എ ടൈം 2 വവലും 4 കോൺസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് എത്ര വേർഡ്സ് ഫോം ചെയ്യാനാണ്. സോ ടോട്ടൽ N ഒബ്ജക്ട്സ് ആണ് അറ്റ് എ ടൈം നമ്മൾ യൂസ് ചെയ്യുന്നത്. 2 വവല്, 2 വവൽ ആൻഡ് 4 കോൺസ്റ്റൻസ് ആണ് അറ്റ് എ ടൈം യൂസ് ചെയ്യുന്നത്. സോ N എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ, ദെൻ ഇതിൻ്റെ കൂടെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നതും വരുന്നുണ്ട്. സോ അറ്റ് എ ടൈം നമ്മൾ ടോട്ടൽ 6 എലമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ N ഫാക്ടോറിയൽ ബീസ്. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണ് വരുന്നത്. ദെൻ ആകെ 3 വോവൽസിൽ അറ്റ് എ ടൈം 2 യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 5 കോൺസ്റ്റൻസിൽ 4 യൂസ് ചെയ്യാം. സോ കോമ്പിനേഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് കോമ്പിനേഷൻ ഈസ് ഈക്വൽ ടു 3 വവലിൽ 2 എടുക്കണം. ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 3C2 വേസ് ആൻഡ് 5 വവലിൽ 5 കോൺസ്റ്റൻറ്റിൽ 4 യൂസ് 5C4. സോ ദ ആൻസർ വിൽ ബി 3C2 ഈസ് ഈക്വൽ ടു 3 into 5C4 equal to 5, which is 15, right? So our correct answer will be 15 into, so total number of combination 15 into, so the that 6 objects can be selected in 15 ways, and total number of permutation equal to 6 factorial. So our correct answer will be 15 into 16. 6 factorial is the required answer, right? Then find value of N. This is already we have done this problem. N equal to 9 is our correct answer. Now consider the word assassination. How many different ways can be words? How many different ways can the letters of the word be arranged? Assassination എത്ര വേർഡ്സ് ഉണ്ടെന്ന് ആദ്യം കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഫോർ 8 സാസി 8 plus 5 13, total 13 letters ഉണ്ട്. അതിൽ 1 2 3, there are 3 A's, right? 3 A's are there and 4 S's are there. Then Sasi, 2 I's are there. Then Sasi Nation, 2 N's are there. Then Sasi Shen. That's it. Only that much. Very low. 2 3 A's, 4 S's and 2 I, 2 N, right? Okay, then total number of permutation equal to 13 factorial divided by 3 factorial into 4 factorial into 2 factorial into factorial. How many of these words have all vowels together? എല്ലാ വവലും ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ vowels എന്ന് പറയുമ്പോൾ 4 A's, right? 3 A's ഉണ്ട്. Then 3 A, ഒരു I, 2 I, 2 I, സാസി, ഒരു ഓയും. ഓക്കെ, സാസിനേഷൻ. സോ ഇത്രയാണ് ഒറ്റ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. എല്ലാ വവൽസും ഒരുമിച്ച് വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 6 വവൽസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. 3 A's, 2 I ഉണ്ട്, പിന്നെ ഒരു ഓയും ആണുള്ളത്. സോ അത് 6 എണ്ണം ഉള്ളത്. 6 ഒബ്ജക്ട്സിനെ 6 നമ്മൾ ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ബാക്കി വരുന്ന ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇത്രയാണുള്ളത്. ഓക്കെ, സോ ബാക്കി വരുന്നതെല്ലാം കൂടെ 7 ഒബ്ജക്ട്സ് ഉണ്ടാവും. സോ ടോട്ടൽ പൊസിഷൻ എത്രയായിരിക്കും? 7 നോൺ വവൽസും ഉണ്ട്,
വോവൽസ് എല്ലാം കൂടെ ഒരൊറ്റ യൂണിറ്റ്. സോ ടോട്ടൽ നമ്പർ പൊസിഷൻ, ഇതൊരു പൊസിഷൻ 1 പ്ലസ് 7 ഈക്വൽ ടു 8 പൊസിഷൻ ഉണ്ടായിരിക്കും. 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ദെൻ അതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നത് 4 എസ് ഉണ്ട്. സോ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2i ഓൾറെഡി നമ്മളിവിടെ കൗണ്ട് ചെയ്തു. ദെൻ 2 ഫാക്ടോറിയൽ 2 എൻസും ആണ് ഇൻറ്റു ഈ ഒരൊറ്റ സിംഗിൾ പൊസിഷനെ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം, വോവൽസ് എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന രീതിയിൽ. ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 6 ഫാക്ടോറിയൽ. 6 ഒബ്ജക്ട്സ് ഉണ്ട്. 6 ഫാക്ടോറിയൽ റിപ്പീറ്റ് ചെയ്യുന്നത് 3as ഇൻറ്റു 2is. ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. Find the number of words with or without meaning which can be made using the letters of the word Ganga. ഗംഗ എന്ന് പറയുന്ന വർക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഗംഗയുടെ അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഗംഗയിൽ ആകെ 5 ലെറ്റേഴ്സ് ഉണ്ട്. സോ 5 n ഈക്വൽ ടു 5. ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് 2g ആൻഡ് 2a. Then total number of arrangements equal to 5 factorial divided by 2 factorial into 2 factorial. So that will be 5 factorial divided by 4 factorial, right? 4 factorial, not 2 into 2, that will be 4. That will be total number of arrangements will be 5 factorial is 120 divided by 4 is equal to 30 is our correct answer, right? If the word are written as in a dictionary, what will be the 26th word? ഇപ്പോൾ ഇതിലെ ലെറ്റേഴ്സ് എല്ലാം കൂടെ അറേഞ്ച് ഉള്ള പെർമ്യൂട്ടേഷൻസ് 30 ഉണ്ടെന്നുണ്ട്. അതിൽ 26th വേർഡ് എന്തായിരിക്കും? ഡിക്ഷണറിയിലാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ. സോ ഡിക്ഷണറിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും വരിക. സോ ഇതിൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് വരുമ്പോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ആദ്യം എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര വേർഡ്സ് ഉണ്ടാകും? എ എന്ന് പറയും. ഇതിനകത്ത് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് എത്ര എണ്ണം ഉണ്ടാവും? സോ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ബാക്കി 4 പൊസിഷനുള്ള 1 2 3 4 പൊസിഷൻ ഉണ്ടാവും. എത്ര രീതിയിൽ നമുക്കത് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ലെറ്റേഴ്സ് ഉണ്ടാവും? സോ ഒരു പൊസിഷനിൽ ഫസ്റ്റ് പൊസിഷൻ എ വന്ന് ബാക്കി 4 പൊസിഷനുള്ളത്. സോ 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ദെൻ ഒരു എ നമ്മളെടുത്തു. ഇനി ഒരു എയും 2 ജിയും ഒരു എന്നും ഉള്ളത്. സോ 2 ജി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ആയിരിക്കും എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിൻ്റെ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 24 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 12 ലെറ്റേഴ്സ് ഉണ്ടാവും. 12 വേർഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ കാണുന്നത് എ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജി ആണ് ആൽഫബറ്റിക് ഓർഡറിൽ വരുന്നത്. സോ ജിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് എത്ര എണ്ണമാണ് നോക്കുന്നത്. സോ ജി ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വരും. ബാക്കി 4 പൊസിഷനുള്ള 4 പൊസിഷൻ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു ജി യൂസ് ചെയ്തു. ഇനി ബാക്കി ഒരു ജിയും 2 എയും ഒരു എന്നും ആണുള്ളത്. സോ അതിൽ 2 എ വരുന്നുണ്ട്. സോ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 12. സോ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിൻ്റെ എണ്ണം ഇതിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിനാണ് 12, ജിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിനാണ് 12. സോ 24 വേർഡ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ അടുത്തതായിട്ട് ബാക്കിയുള്ളത് എന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് മാത്രമാണ്. എ ജി എന്ന് മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്. സോ എന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയായിരിക്കും? ആൽഫബറ്റിക് ഓർഡറിൽ 25th വേർഡ് എന്തായിരിക്കും? ഡിക്ഷണറി ഓർഡറിലാണെങ്കിൽ എൻ ആദ്യത്തെ വേർഡ് ആണെങ്കിൽ അടുത്ത വേർഡ് എന്ന് പറഞ്ഞാൽ NAAGG ആയിരിക്കും. ഡിക്ഷണറിയിലെ 25th വേർഡാണിത്. ദെൻ 26th വേർഡ് എന്ന് പറയുന്നത് NA. ദെൻ ഇതിൻ്റെ ഓർഡർ ഒന്ന് അങ്ങോട്ട് മാറ്റുക. ജി വരും. ദെൻ AG. ദിസ് ഈസ് your correct answer. NAGAG will be the word in 26th position. A group consists of 4 girls and 7 boys. In how many ways a team of 5 members can be selected if there should be at least 3 girls? So ആകെ 4 ഗേൾസും ഉണ്ട്, 7 ബോയ്സും ഉണ്ട്. നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കണം. മെമ്പേഴ്സ് അപ്പോൾ അതിൽ 5 പേഴ്സൺസ് ആണ് ഉണ്ടാകുന്നത്. 5 പേഴ്സൺസിൽ ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 3 ഗേൾസ്. മിനിമം 3 ഗേൾസ് ഉണ്ടാവണം. സോ ഹൗ മെനി വേസ് ദിസ് ക്യാൻ ബി ഡൺ? ഹൗ മെനി വേസ് ദിസ് സെലക്ഷൻ ക്യാൻ ബി ഡൺ? സോ 5 പേരിൽ 3 ഗേൾസ് മിനിമം ഉണ്ടാവണമെങ്കിൽ 3 ഗേൾസ് ആൻഡ് 2 ബോയ്സ്. ഓക്കെ, 3 ഗേൾസും 2 ബോയ്സും. 3 ഗേൾസ് ആണെങ്കിൽ 2 ബോയ്സ് ആയിരിക്കണം. വേറെ രീതിയിൽ ഓർ മിനിമം 3 ഗേൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഗേൾസ് ആൻഡ് 1 ബോയ്. വേറെ എന്ത് രീതിയിൽ ചെയ്യാൻ പറ്റും? 5 ഗേൾസ് ബട്ട് ആകെ 4 girls are present. So total number of arrangements equal to 3 girls can be selected from 4. That can be done in 4C3 ways. 2 boys from 7 can be done in 7C2 ways. And or means plus 4 girls from 4, that means 4C4 ways into 7C1. So 4C3 is equal to 4. 7C2 is equal to 7 into 6 divided by 1 into 2. Plus 4C4 is 1. 7C1 is equal to 7.
So this is 6 into 7, 42 into 2 will be 82 plus 7 is equal to, so this is 84, right? 42, 84 plus 7 is equal to 91 is our correct answer. Then have to calculate the value of n. So we already done this problem. Value will be r equal to 4. So we have to do this problem. 12 into n minus 1 p3 equal to 5 into n plus 1 p3. So simplifying the question, ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോവാണ് 12 ഇൻറ്റു n minus 1 p3 നെ n minus 1 factorial divided by n minus r, that is n minus 1 minus 3, that is n minus 4 factorial എന്ന് എഴുതാം, equal to 5 into n plus 1 p3 നെ n plus 1 factorial divided by 5 into n plus 1 factorial divided by n plus 1 minus 3. N plus 1 minus 3 is equal to n minus 2 factorial, right? Now we are simplifying things. 12 into n minus 1 factorial divided by n minus 4 factorial is equal to 5 into n plus 1 can be written as n plus 1 into reducing, once reduced, one more time reduced, n into n plus 1 into n minus 1 factorial, all divided by, this can be reduced as n minus 2 into n minus 3 into n minus 4 factorial. Now we have on both sides cancel n minus 4 on both side factorial, n minus 1 factorial on both side, and cross multiplying this into this one, that will be 12 into this product. This product is nothing but n square minus 5n plus 6, right? Equal, on the RHS we have 5n into n plus 1, which is 5 into n square plus n, right? So on simplification, we have 12n square, 12n square minus 12 into 5 will be 60n plus 72 equal to 5n square plus 5n. Times comes to left side, we have 12n square minus 5n square is 7n square minus 65n plus 72 is equal to 0, right? Now we have this one is equal to the solution, n is equal to minus b plus or minus square root of b square minus 4ac divided by 2a. So the answer is equal to minus b, that is minus of minus 65 plus or minus square of b square. B square value is 42225 minus 4ac. 4 into 7 into 72 is equal to 2016, all divided by 2a, that is 2 into 7 is equal to 14. So the value is equal to 65 plus or minus its root is equal to 202209's root is 47 divided by 14. So that will be 64 minus 47 divided by 14, or equal to 65 plus 47 divided by 40. So this is 18 divided by 14, which is not possible for n. This is not possible. Again, this is equal to n is equal to 65 plus 14 is equal to 112 divided by 14. The value is equal to 8, which is our correct answer for value of n. That's it. In English alphabet has five vowels and 21 consonants. How many four-letter words with or without mm, how many four-letter words, the two different vowels and two different consonants, we have to form four-letter words. That means there should be four positions, and two position has to be filled with the letters, vowels, and two position with the consonants. So we have to, first of all, we have to select two vowels and two consonants.
We have 26 in total. So how many ways uh, two vowels can be selected? That can be done in 5C2 ways, because five vowels and out of five we have to select two, and we have can select two constants from 21. That can be done in 21C2 ways. Okay, then total number of combination will be 5C2 into 21C2. Then we have four positions. Its permutation number of arrangements will be 4 factorial. So the total number of arrangements without repetition is equal to 5 factorial 5C2 into 21C2 into 4 factorial. This is our correct answer. How many three-digit numbers can be formed using the digits? So here we have 6 digits, three-digit numbers using the digits. Uh, 6 digits are there. So we have to calculate three-digit numbers, right? So three positions are there. We are not telling about any restrictions. So first position can be filled using all the 6 digits. Second position can also fill with the six, and third position can also be filled with the 6 digits. So total number of arrangements will be 6 raised to 3 is equal to 216 will be our answer. If there was a restriction like numbers cannot be repeated, this first position can be filled with 5 ways, and this can be filled with a five, this six, five, and this will be four. That will be our answer. That is equivalent to 6p3. Okay, here the correct answer is 216 for this question. We will find the number of arrangements using letters of the word independent. Already done this one. In how many of these do all the vowels never occur together? So we have already considered the case. Total number of arrangements will be 13 factorial, sorry, 12 factorial divided by, then repeated letters are 3 and 3 factorial into uh, 2d is 2 factorial into 4 is 4 factorial. This is total number of arrangements. When all vowels occur together, that means I, E coming together, right? Then there are 7 other positions. Here, 5 vowels and 7 non-vowels. Then total number of positions equal to 8 factorial divided by repeated letters 3 n's and 2 d's. Okay. Into this can be arranged in 5 factorial divided by 4 factorial ways. So this is the total number of arrangements when all vowels coming together. We have to consider the case when all vowels never occur together. So we have to subtract total number of cases. Total cases will subtract cases minus vowel occur together. Vowels together. So the correct answer will be 12 factorial divided by 3 factorial, 2 factorial into 4 factorial minus this one, 8 factorial into 5 factorial divided by 3 factorial, 2 factorial, 4 factorial. So this one minus this one will be the correct answer. That's it. So NC2 equal to NC5 means N is equal to 5 plus 2 equal to 7. Then how many chords can be drawn? That will be 21C2. Committee of 7 has to be formed from 9 boys. We have 9 boys. Uh, and 4 girls. Okay, had to select a committee of 9. Okay, okay, a committee of 7. It's committee of 7. It can be so total number of ways. If there is no restriction, there are 13 persons. We have to select 3. That can be done in 13C 7 ways. So here we have the restriction. How many this can be done if committee consisting of at least 3 girls? There should be at least 3 girls. That means 3 girls and 4 boys. This is one possibility. Or 4 girls and 3 boys. Okay, there is only maximum 4 girls are there. So this is our case. So 3 girls can be selected from 4. That can be done in 4C3 ways, and 9 boys, sorry, 4 boys from 9 can be done in 9C4 ways. Plus, or instead of 4, we had to add plus 4C4 girls into 9C3 boys. So when you add this, we get the correct answer. Okay, that's it. Now the value obtained by multiplying numerator by denominator's LCM, that is 8 factorial. 8 factorial divided by 6 factorial plus 8 factorial divided by 7 factorial equal to x into 8 factorial. 8 factorial divided by 8 factorial. 8 factorial get cancelled. We have the remaining thing is uh, this is 8 into 7 plus 8. That will be
x is equal to 64. Given 5 flags of different colors, how many different signals can be generated? If a signal requires use of two flags, have two flags create a two flags create a signal. We have total 5 flags are there. So first position at top we fill 5 different ways. In bottom we can fill in 4 different ways. Total number of signals will be 5 into 4 equal to 20. Okay. So this can be done in another way. So we have 5 flags at a time. We can take two. 5t2 equal to 5 factorial divided by 5 minus 2 is equal to 3 factorial, which is equal to 5 into 4 will be our answer. So to find the value of r, 5p r equal to 2 into 6p r minus 1. So this is equal to 5 factorial divided by definition 5 minus r factorial, right? So this is equal to 2 into 6p r minus 1. That is 6 factorial divided by 6p r minus is 6 minus r minus 1, which is equal to 7 minus r factorial, right? So this is 7 minus r factorial. Denominator we have 7 minus r factorial. Now we have 5 factorial here 5 factorial. Reducing the recurrence formula, we have 5 factorial divided by 5 minus r factorial into, we have 2 is here, 2 into 6 factorial can be 6 into 5 factorial, all divided by 7 minus r factorial can be written as 7 minus r into reducing. We have 7 minus r, once reduced 7 minus r minus 1, that is equal to 6 minus r. Reducing one more time we get 5 minus r factorial. Now we can cancel certain times, like 5 minus r and 5 minus r factorial get cancelled, 5 factorial and 5 factorial get cancelled. This 7 minus r into 6 minus r comes to left side and we expand them. That is on expansion we get this as minus r into minus r is r square. Then minus 6r minus 7r is equal to minus 13r. Then 6 into 7 will be 42 is equal to 6 into 2, 12. Then this comes to other side. We have r square minus 13r plus 30 is equal to 0. So we can use factorization. This is r minus 3 into r minus 10 equal to 0. On addition, we get minus 13. On multiplication, we get plus 30. So r equal to 3 or r equal to 10. So here we have 5pr. So 5pr means 5p10. This is not possible. We have 5 objects. We cannot take 10 at a time. So we have to roll out this possibility. The correct answer is r equal to 3. Consider the next question. NC9 equal to NCA. That means n is equal to sum equal to 17. How many chords can be drawn through 12 points on a circle? That will be 12C2. Now, what is the number of ways of choosing? Uh, 4 cards. 4 cards are of same suit. 4 cards are of same suit means it could be 4 diamonds, 4 diamonds, or 4 spade, or 4 clubs, or 4 hearts. So it can be done in 13C4 plus 13C4 plus 13C4 plus 13C4. Cards are of same color. Okay. Same suit, same color means it should be both red or both red, same color. Okay. Or 4 cards should be red. That means 4 red or 4 black. It can be done in 26C4 ways or 26C4 ways. That means 26 4 plus 26C4. That will be our answer. Now, how many 4-digit numbers can be formed using the digits? These 6 digits. If no digits is repeated, so we have to calculate 4-digit numbers. So 4 positions are there. 6 total digits are there. 6 can be filled with the 6, filled with the 5 ways. This can be filled with the 4 ways, and this can be 3 ways, which is correct. Total 6 objects. We have to take 4 at a time. 6p4 equal to 6 into 5 into 4 into 3 is our correct answer. Okay. Now 6 into 5 will be 30 into 12. That's our correct answer, 360. Right. In how many ways a community of 3 persons, 3 persons selected from 2 men and 3 women. No restrictions.
That are 5%, we had to select 3. That means 5C 3 ways. Value of n if 2nc3 equal to 11 into nc3. Using the standard definition, we have to expand this carefully. So 2nc3 can be rewritten as 2n factorial, right? 2n factorial divided by 2n minus 3 factorial into r factorial is 3 factorial, right? So equal to 11 into n factorial divided by n minus 3 factorial into 3 factorial. In the first step itself, we can cancel this 3 factorial and 3 factorial. Remaining terms are expanded using our idea of recurrence formula. 2n into 2n minus 1 into 2n minus 2 into 2n minus 3 factorial divided by, so we have 2n minus 3 factorial in the denominator as well. Obviously, they get cancelled. Equal to 11 into n factorial can be rewritten as n into n minus 1 into n minus 2 into n minus 3 factorial divided by n minus 3 factorial. Now we can cancel 2n minus 3 factorial, 2n minus 3 factorial, 2n minus 3 factorial, 2n minus 3 factorial, right? Now also we have 2n and here is an n and n get cancelled. What is remaining? We can take 2 out of this 2n minus 2. We have 2 into n minus 1 will be remaining. So we have 2 into 2 will be, so 1 2 is here, 2 into, here we have, what is this, 2n minus 1, right? 2 into 2n minus 1 into 2 into n minus 1 equal to 11 into n minus 1 into n minus 2, right? Now we have these 2 and 2 get multiplied and this n minus 1 and n minus 1 cancel. We have 4 into 2n minus 1 is equal to 11 into n minus 2. On multiplying, opening brackets, 8n minus 4 is equal to 11n minus 22. This goes to other side. We get 11n minus 8n. 11n minus 8n is equal to minus 4 plus 22, right? So this is equal to 3n is equal to 18. Okay, then n is equal to 18 by 3 is equal to 6 is value of n, correct answer. Then consider next question. 569 c 569 is equal to 1. Then this is same question as the previous one, and if the letters of the word equation are arranged, find the number of arrangements which not two constants occur together. Okay, now total number of arrangements will be, what is the total number of arrangements? All are different, right? So all are different means total number of arrangements will be, total number of objects is equal to 8. Total number of arrangements is equal to 8 factor. We have to find a different answer. Find number of arrangements in which no two constants occur together. In this word equation, what are the vowels? Vowels are E, U, A, I, O. 5 vowels and 3 constants. Constants are Q, T, N, right? Now, what is the question? When you write, two constants should not come together. Okay, you have to make an arrangement so that no two constants come together. So we have all vowels E, U, A, I, O. So any arrangement of EUA, EUAI does not matters. So we take all these
5 together, or any arrangement. So 5 factorial. This can be arranged in 5 factorial ways. So when you can arrange all the constants without coming together. So if one vowel come together, if there is a vowel here, then next vowel should not be come to here. So next vowel should be here, and next vowel should be here, and next vowel should be here, another should be here, and that should be here. So a vowel can be seated in 6 different positions. We have 3 vowels, sorry, 3 constants, and sorry, this is constant, right? So this should be constant. So there are 6 places for constants. So these 6 places uh, are for constant. If we place constants in these positions, not two constants come together, right? So vowels can be arranged in 5 factorial ways. Then how many ways we can arrange these? First of all, we have to select 3. Have to select 3 in this. Select 3 in 6 position. So 6C3 ways this can be done. Then we have 3 vowels are there. So 3 constants are there that can be multiplied by arranged in 3 factorial ways. So remember, when you have a similar problem, first of all, you have to calculate total number of constants and total number of vowels. So restriction is on constants. No two constants should not come together. That means കോൺസ്റ്റൻസിനെ മൂന്നും വവൽസ് അഞ്ചുമാണ്. ആ 5 വവലിനെ നമ്മൾ നിരത്തി എഴുതി. 5 വവലിനെ നിരത്തി എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 5 പൊസിഷൻ, അഞ്ചല്ല 6 പൊസിഷനിൽ കോൺസ്റ്റൻസിനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കോൺസ്റ്റൻസ് ഒരുമിച്ച് വരത്തില്ല. സോ ഈ രീതിയിൽ അറേഞ്ച്മെൻറ്റ് നടത്തുക. അതിനുശേഷം എത്ര പൊസിഷൻ ഉണ്ട്? 6 പൊസിഷൻ ഉണ്ട് എന്ന് കണ്ടു. 6 പൊസിഷൻസിൽ കോൺസ്റ്റൻസിന് വെക്കുവാണെങ്കിൽ കോൺസ്റ്റൻസ് അടുത്തടുത്ത് വരത്തില്ല. സോ 6 പ്ലേസ് ആണ് കോൺസ്റ്റൻസിനുള്ളത്. സോ 6 പ്ലേസിലേക്ക് 3 ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. 6 പ്ലേസ് ഉണ്ട്, അതിലേക്ക് 3 ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. എത്ര രീതിയിൽ നടത്താൻ പറ്റും? 6C3 വേസിൽ ആ സെലക്ഷൻ നടത്താൻ പറ്റും. ഇൻറ്റു ആ 3 ഒബ്ജക്ട്സിനെ ഡിഫറെൻറ്റ് രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 3 വേസിൽ. ദെൻ വവൽസിനെ നമുക്ക് 5 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. സോ 5 ഫാക്ടോറിയൽ ഇൻറ്റു 6C3 ഇൻറ്റു 3 ഫാക്ടോറിയൽ ഈസ് അവർ ആൻസർ. സോ ഇതിനെ ഒന്നുകൂടെ മാറ്റി എഴുതുകയാണെങ്കിൽ 5 ഫാക്ടോറിയൽ ഇൻറ്റു 6C3 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 6P3 ഈക്വലാണ്. സോ ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. നൗ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 7C5? നമുക്ക് റിക്കറൻസ് ഫോർമുല ലഭിച്ചുകൊണ്ട് ഇതിനെ മാറ്റി എഴുതാം. റീഅറേഞ്ച് ചെയ്തിട്ട് 6C2 എന്ന് എഴുതാം. ഓക്കെ, ഇറ്റ്സ് ഈക്വൽ ടു 7 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 21 ഈസ് അവർ കറക്റ്റ് ആൻസർ. സോ അഗെയിൻ 3 ഇൻറ്റു NP4 ഈക്വൽ ടു 5 ഇൻറ്റു N-1 P4. ഈ വാല്യൂ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഈ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഒരു എക്സ്പാൻഷൻ ആയിരിക്കും. ദെൻ കുറേ ടൈംസ് ക്യാൻസൽ ആകും. ഫൈനൽ വി ഗെറ്റ് അവർ ആൻസർ. What is the number of ways of choosing 4 cards from a deck of 52 playing cards, provided all cards belong to 4 different suits? So that will be 13C1 into 13C1. നാലും ഡിഫറെൻ്റ് ആയിരിക്കും. 13C1 into 13C1. 13C1 into 13C1. That is our correct answer. 29C1 will be 1. Again, similar kind of problem നമ്മൾ ചെയ്താണ്. Same question. Then a group consisting of 4 girls and 7 boys. How many ways a team of 5 members selected if at least 1 boy and 1 girl? Okay. 4 ഗേൾസും 7 ബോയ്സും ഉള്ളത്. അതിൻ്റെ അകത്ത് 5 പേരുടെ കമ്മിറ്റി ഉണ്ടാക്കണം. ഓക്കെ, 5 പേരെ സെലക്ട് ചെയ്യണം. അറ്റ്ലീസ്റ്റ് 1 ബോയും 1 ഗേളും ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് ഗേൾ. അറ്റ്ലീസ്റ്റ് 1 ബോയ് 1 ഗേളും ഉണ്ടായിരിക്കണം. സോ എത്ര രീതിയിൽ നടത്താൻ പറ്റും? ഒരു ഗേളാണുള്ളതെങ്കിൽ 1 ഗേൾ ആൻഡ് 4 ബോയ്സ്. ഓക്കെ, ഓർ 2 ഗേളാണുള്ളതെങ്കിൽ 3 boys and 3 boys, or 3 girls and 3 girls and 2 boys, or 4 girls and 1 boy. So this can be done. 1 girl-ne 4C1 ways select ചെയ്യാൻ പറ്റും, into 4 boys-ne 7C4 ways select ചെയ്യാൻ പറ്റും, plus 4C2 into 7C3 plus 4C3 into 7C2 plus 4C4 into 7C1, which is our answer. 7P4 equal to 7 factorial divided by
7 minus 7 factorial, which is equal to 7 factorial. So our answer. Find the number of words that can be formed from the letters of the word Malayalam. How many of these start with Y? മലയാളത്തിൽ 3, 6, 9 ലെറ്റേഴ്സാണ് ഉള്ളത്. അതിൽ എം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 9 ലെറ്റേഴ്സ് ആകെയുണ്ട്. അതിൽ 2 M's ഉണ്ട്. ദെൻ എ 4 എ ഉണ്ട്. 2 എൽ ഉണ്ട്. റൈറ്റ്. 2 M's, 4 എ, എൽ 2, വൈ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ 9 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ ആണ്. സോ ഒരു റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. അത് ഇതാണ്. സ്റ്റാർട്ടിങ് വിത്ത് വൈ. വൈയിൽ സ്റ്റാർട്ട് ചെയ്യണം. വൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് ആണ് കണ്ടുപിടിക്കണം. വൈയിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വൈ എന്ന് പറയുന്ന ഫസ്റ്റ് പൊസിഷൻ ഫിക്സഡ് ആണ്. അതിലൊരു ചേഞ്ചും ഇല്ല. സോ ടോട്ടൽ റിമൈനിങ് പൊസിഷൻ എന്ന് പറയുന്നത് 8 പൊസിഷനാണ്. 8 പൊസിഷനിൽ എങ്ങനെയാണ് മാറി വരാം? സോ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് 8 ആയിട്ട് കൺസിഡർ ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് വിൽ ബി 8 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. നൗ അഗെയിൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഇവിടെ 12 ചെയ്തിട്ടുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. അതിന് വരെ ഇവിടെ 11 വരുന്നത്. അത്ര വ്യത്യാസമുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ദെൻ എൻ സി ആർ പ്ലസ് എൻ സി ആർ മൈനസ് 1 പ്രോപ്പർട്ടിയാണ് എൻ പ്ലസ് 1 സി ആർ. ദെൻ ഈ കണ്ടീഷൻ പ്രൂവ് ചെയ്യണം. പ്രോപ്പർട്ടി ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാവുന്നതാണ്. ദെൻ ഇൻ ഹൗ മെനി ways can the letters of the word be arranged in such 2 A's do not come together? 2 A ഒരുമിച്ച് വരാൻ പാടില്ല. ആ രീതിയിൽ എത്ര അറേഞ്ച്മെന്റ് നടത്താമെന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇതിലെ ലെറ്റേഴ്സ് നമുക്കൊന്ന് 2 A ആണുള്ളത്. 2 A ഉണ്ട്. ബാക്കി വരുന്നത് 2 R, N, G, E. റൈറ്റ്. സോ ഇതിനെ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഈ 2A ഒഴികെയുള്ള പോർഷനെ നമുക്ക് 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 എകൾ ഒരുമിച്ച് വരാൻ പാടില്ല. സോ എക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റിയ പൊസിഷൻസ് ഏതൊക്കെയായിരിക്കും? ഇവിടെ എ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത് ഇവിടെ ആയിരിക്കണം. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വരണം. ഇവിടെ. സോ ആകെ 6 പൊസിഷനാണ് എക്ക് ഒക്യുപ്പൈ ചെയ്യാൻ സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ 2 A's ഒരുമിച്ച് വരാത്ത രീതിയിൽ. ഓക്കെ, സോ ആ 6 പൊസിഷനിൽ 2 A സെലക്ട് ചെയ്യണം. ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 6C2 വേസ്. റൈറ്റ്. ദെൻ 2 A അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ അറേഞ്ച്മെൻറ്റ് അതിനെ നമുക്ക് 2 A എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 2 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. സോ കറക്റ്റ് ആൻസർ വിൽ ബി 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 6C2 വിൽ ബി യുവർ ആൻസർ. കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഫൈൻ വാല്യൂ കണ്ടുപിടിക്കാം. ദെൻ 0 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ ഈക്വൽ ടു, that is both are 1 equal to 1. Okay, 5 into 4PR equal to 6 into 5PR minus 1. നമുക്ക് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. Find number of 8-letter arrangement made using vowels never occur, do not occur together. ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. വവൽ ഒക്കർ ചെയ്യുന്ന കേസ് AUE ആണ് വവൽ വരുന്നത്. ഇത് ഒരുമിച്ച് വരുന്ന കേസ് നമ്മൾ കൺസിഡർ ചെയ്യുക. ദെൻ ടോട്ടൽ അറേഞ്ച്മെന്റ്സ് കൺസിഡർ ചെയ്യുക. ടോട്ടൽ മൈനസ് ഒക്കർ ടുഗദർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ ആകും. NC N-1 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? NC N-1 ഈസ് ഈക്വൽ ടു NC1 ഈക്വൽ ആയിരിക്കും. ഓക്കെ, NC1 വാല്യൂ എന്ന് പറയുന്നത് N ആയിരിക്കും. ദാറ്റ്സ് അവർ കറക്റ്റ് ആൻസർ. NC9 ഈക്വൽ ടു NC8 ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 17 ആയിരിക്കും. ദാറ്റ് ഇസ് 17C2 കണ്ടുപിടിക്കണം. 17C2 17 into 16 divided by 1 into 2. So 8 into 17 is our correct answer. How many ways? A team of 5%. ഓൾറെഡി ചെയ്ത പ്രോബ്ലം ആണ്. അലഹാബാദ്, ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ദെൻ സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. How many chords can be drawn? 23 C2 is our answer. So again similar question. Permutations. Starting total number of arrangements of letters with permutation. Permutations P repeat ചെയ്യുന്നില്ല, R repeat ചെയ്യുന്നില്ല, M repeat ചെയ്യുന്നില്ല, U repeat ചെയ്യുന്നില്ല, T 2 T ഉണ്ട്. 2 T's are there and IONS repeat ചെയ്യുന്നില്ല. റൈറ്റ്. സോ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ്, ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് 3, 6, 9, 12 ലെറ്റേഴ്സ് ആണ് ആകുള്ളത്. ഓക്കെ, 12 ലെറ്റേഴ്സ്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ വിൽ ബി 12 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. വേറെ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് സ്റ്റാർട്ടിങ് വിത്ത് പി ആൻഡ് എൻഡിങ് വിത്ത് എസ്. സ്റ്റാർട്ടിങ് വിത്ത് പി, പിയിൽ സ്റ്റാർട്ട് ചെയ്യണം, എസ്സിൽ എൻഡ് ചെയ്യണം. സോ ഈ 2 പൊസിഷനും ഫിക്സഡ് ആണ്. ആ പൊസിഷനിൽ ഒരു ചേഞ്ചും ഇല്ല. സോ ബാക്കിയുള്ള പൊസിഷൻസ് ആണ് നമുക്ക് റീഅറേഞ്ച് ചെയ്യാവുന്നത്. സോ ബാക്കി 10 പൊസിഷൻ ഉണ്ടാവും. 10 പൊസിഷൻ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? വിച്ച് വിൽ ബി 10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. യുവർ ആൻസർ. ദർ ആർ ഓൾവേസ് 4 ലെറ്റേഴ്സ് ബിറ്റ്വീൻ പി ആൻഡ് എസ്. പിക്കും എസിനിടയ്ക്ക് എപ്പോഴും 4 ലെറ്റേഴ്സ് ഉണ്ടായിരിക്കണം.
അങ്ങനെയാണെങ്കിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്നാണ് ചോദ്യം. ഓക്കെ, പിയുടെയും എസിൻ്റെയും ഇടയിൽ എപ്പോഴും 4 ലെറ്റേഴ്സ് ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ പി ഫസ്റ്റ് പൊസിഷനിൽ വരുന്നതാണെങ്കിൽ അതിനിടയിൽ 4 പൊസിഷൻ ഉണ്ടാവണം. ഓക്കെ, 4 ലെറ്റേഴ്സ് ഉണ്ടാവണം. സോ പി ഫസ്റ്റിലാണ് വരുന്നതെങ്കിൽ എസ് വരേണ്ടത് 6th പൊസിഷനിലാണ്. റൈറ്റ്, എസ് 6th പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. ബാക്കി ഇതുപോലെ ഉണ്ടാവും. ഇനി അടുത്തൊരു ഓപ്ഷൻ പി ഫസ്റ്റ് പൊസിഷനിൽ, പി ഫസ്റ്റ് പൊസിഷനിലാണ് ഇവിടെ വന്നത്. അടുത്ത ഓപ്ഷനിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പി സെക്കൻഡ് പൊസിഷൻ, പിയുടെ പൊസിഷൻ സെക്കൻഡ്, അങ്ങനെയാണെങ്കിൽ എസ് എന്ന് പറയുന്നത് 7th പൊസിഷനിലായിരിക്കും. ഇനി പി തേർഡ് പൊസിഷനിലാണെങ്കിൽ എസ് എന്ന് പറയുന്നത് 8th പൊസിഷനിലായിരിക്കും. പി ഫോർത്തിലാണെങ്കിൽ എസ് 9th പൊസിഷനിലായിരിക്കും. പി ഫിഫ്ത്ത് പൊസിഷനിലാണെങ്കിൽ എസ് 10th പൊസിഷനിലായിരിക്കും. പി 6th പൊസിഷനിലാണെങ്കിൽ എസ് 11th പൊസിഷനിലായിരിക്കും. ആൻഡ് ഫൈനലി പി 7th പൊസിഷനിലാണെങ്കിൽ എസ് 12th പൊസിഷനിലായിരിക്കണം. സോ 8th പൊസിഷൻ വന്നിട്ടുണ്ടെങ്കിൽ 13th പൊസിഷൻ പാടില്ല, കാരണം ആകെ 12 ലെറ്റേഴ്സേ ഉള്ളൂ. സോ ഇത്രയും രീതിയിലാണ് സാധ്യതയുള്ളത്. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്, അപ്പോൾ ഇത്രയും 7 ഓപ്ഷൻസ്, 1 2 3 4 7 ഓപ്ഷൻസ് ആണുള്ളത്, 4 ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നത്. ഇനി ഈ ഇടയ്ക്ക് വരുന്ന ലെറ്റേഴ്സിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ 7 ഇൻറ്റു, സോ 7 ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് പി ക്യു എസിനും ഇടയിൽ 4 ലെറ്റേഴ്സ് വരുന്ന രീതിയിൽ. ദെൻ അതിനെ തന്നെ എത്ര ഡിഫറെൻറ്റ് രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഇവിടെ ടോട്ടൽ ലെറ്റേഴ്സ് 12 ആണ്, ബാക്കി 10 റിമൈനിങ് ലെറ്റേഴ്സ് ഉണ്ട്. സോ ദാറ്റ് വിൽ ബി 10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ 10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ, 7 ഇൻറ്റു 10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ആയിരിക്കും നമ്മുടെ ആൻസർ. ദെൻ ഹൗ മെനി ബേസ്? 5 ഗേൾസ് ആൻഡ് 3 ബോയ്സ് ക്യാൻ ബി സീറ്റഡ് ഇൻ എ റോ സോ ദാറ്റ് നോട്ട് 2 ബോയ്സ് ആർ ടുഗദർ. ഇപ്പോൾ നമ്മൾ ചെയ്ത പോലത്തെ സിമിലർ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ആകെ 5 ഗേൾസ് ഉണ്ട്, G1 G2 G3 G4 G5, 5 ഗേൾസ്. 5 ഗേൾസിന് നമുക്ക് 5 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ദെൻ നോ 2 ബോയ്സ് കം ടുഗദർ, ബോയ്സ് 2 പേര് അടുത്ത് വരാൻ പാടില്ല. സോ ബോയ്സിനെ ഇരുത്താൻ പറ്റിയ പൊസിഷൻസ്, ഇവിടെ ഒരു ബോയ് ആണുള്ളതെങ്കിൽ ഇവിടെ ആയിരിക്കും അടുത്ത ബോയ് ഉണ്ടാവുക, അല്ലാതെ അടുത്തടുത്ത് വരാൻ പാടില്ല. അടുത്ത ബോയ് ഇരിക്കാൻ സാധ്യതയുള്ളൂ ഇവിടെ, 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 ഇവിടെ. സോ ബോയ്സിനെ ഇരിക്കാൻ വേണ്ടിയിട്ട് 6 ഓപ്ഷൻസ് ഉണ്ട്. 6 ഓപ്ഷൻസില്ല, 6 ഓപ്ഷൻസിലേക്കാണ്, 6 പൊസിഷനിലേക്കാണ് ബോയ്സിനെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. സോ 3 ബോയ്സ് ആണുള്ളത്. അപ്പോൾ 6 പൊസിഷനിലേക്ക് 3 ബോയ്സിനെ സെലക്ട് ചെയ്യണം. സോ ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 6 C3 വേസ്. ദെൻ എത്ര ഡിഫറെൻറ്റ് രീതിയിൽ ഈ 3 ബോയ്സിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും? സോ അവരുടെ ഓർഡർ എന്ന് പറയുന്നത് 3 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഫൈനൽ ആൻസർ വിൽ ബി 5 ഫാക്ടോറിയൽ ഇൻറ്റു 6C3 ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഹൗ മെനി കോഡ്സ്? ഇതിൻ്റെ ആൻസർ 21C2 ആയിരിക്കും. ദെൻ വാട്ട് ഇസ് ദ മിനിമം നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 കാർഡ്സ് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്? ഇൻ ഹൗ മെനി ഓഫ് ദീസ് 4 കാർഡ്സ് ആർ ഓഫ് സെയിം സ്യൂട്ട്? 4 കാർഡും സെയിം സ്യൂട്ട് ആയിരിക്കണം. സെയിം സ്യൂട്ട്, ദാറ്റ് ഈസ് ഓൾവേസ് ഡൺ. I already done this problem. Cards belong to 4 different suits. So we have already done this problem. Find the Allahabad also done. How many 5-digit telephone numbers constructed using 0 to 9 if each number starts with 6 7? 6 7 സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ 2 പൊസിഷൻ ഫിക്സഡ് ആണ്, ബാക്കി 5 ഡിജിറ്റ് നമ്പറാണ്. സോ ബാക്കി 3 പൊസിഷനാണുള്ളത്. ഓക്കെ, നമ്മൾ numbers do not appear more than once means numbers repetition not allowed ആണ്. സോ 6 7 യൂസ് ചെയ്തു, ബാക്കി 8 എലമെൻറ്റ്സ് ഉള്ളത്. സോ ഈ പൊസിഷൻ 8 രീതിയിൽ ഫില്ല് ചെയ്യാം, അടുത്ത പൊസിഷൻ 7 രീതിയിൽ ഫില്ല് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ. ഇതിനടുത്ത പൊസിഷൻ 6 വേസിൽ. സോ ആൻസർ വിൽ ബി 8 ഇൻറ്റു 7 ഇൻറ്റു 6. ദാറ്റ്സ് ഇറ്റ്. Number of 3-digit numbers can be formed using digits 1 2 3 4 5, assuming the repetition of digit is not allowed. So this is can be done in 5p3 ways, which is equal to 5 into 4 into 3. Then again, how many words with or without meaning can be formed using letters of the word Friday using exactly each letter exactly once? How many of them our first letter is a vowel? Okay, so total 6 position ആണുള്ളത്. ഓക്കെ, എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ലെറ്റേഴ്സ് ആണ്. സോ 6 ഫാക്ടോറിയൽ ബേസിൽ ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ വവൽസിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ വവൽ വരുന്നത് ഐയും എയും ആണ്. സോ ഫസ്റ്റ് പൊസിഷൻ ഹാസ് ടു ബി 5 പൊസിഷൻ ഉള്ളതിൽ, സോറി 6 പൊസിഷൻ ഉണ്ടല്ലേ, 6 പൊസിഷനിൽ ഫസ്റ്റ് പൊസിഷൻ ക്യാൻ ബി ഫീൽഡ് യൂസിങ് ഫസ്റ്റ് ലെറ്റർ വവൽ ആയിരിക്കണം. ഫസ്റ്റ് പൊസിഷൻ വവൽ മീൻസ്
എക്സാക്ട്ലി ഒരൊറ്റ പ്രാവശ്യം ഓരോ ലെറ്റേഴ്സ് യൂസ് ചെയ്യാനും പാടില്ല. ഹൗ മെനി ഓഫ് സ്റ്റാർട്ട് വിത്ത് വവൽ. ഫസ്റ്റ് പൊസിഷൻ രണ്ട് ലെറ്റേഴ്സ് ഓപ്ഷൻ ഉള്ളൂ. ഇത് രണ്ടിൽ ഒരെണ്ണം ഫിൽ ചെയ്തിട്ടുണ്ട്, ബാക്കി നമുക്ക് അഞ്ച് ഓപ്ഷൻസ് ഉള്ളത്. സോ ദിസ് 5, ഈ ഓപ്ഷൻ 4 വേസിൽ ഫിൽ ചെയ്യാം, ഇത് 3 വേസിൽ ഫിൽ ചെയ്യാം, ഇത് 2 വേസിൽ ഫിൽ ചെയ്യാം. സോ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു 5 ഫാക്ടോറിയൽ ഈസ് അവർ കറക്റ്റ് ആൻസർ. ദാറ്റ്സ് ഇറ്റ്. NC 7 equal to NC 5 means N has to be 7 plus 5 equal to 12. Then a bag contains 5 blue balls, 6 white balls, right? Then number of ways in which 3 blue and 4 white selected. That can be done in 5C3 into 6C4 ways. What is number of choosing 3 cards from a pack of 52 playing cards? And how many of these was can be done in 52C3 ways for the first answer. Then in how many ways of these 3 cards be of same color? 3 cards same color. So 3 diamonds or 3 clubs or same color. So it should be 3 red or 3 black. So that's equal to 26C3 plus 26C3. Value കണ്ടുപിടിക്കാനുള്ളതാണ് simple question. In how many ways can 5 students seated on a bench? 5 students എത്ര രീതിയിൽ ഒരു ബെഞ്ചിൽ അറേഞ്ച് ചെയ്യാം? സോ പെർമ്യൂട്ടേഷൻ ആണ്. ഇറ്റ് വിൽ ബി 5 ഫാക്ടോറിയൽ ഇസ് അവർ ആൻസർ. Find the number of different arrangements that can be made using letters or a daughter. Vowels don't already done this problem. Already done this one. How many ways can cricket of 11 players be selected from 15? Can be done in 15 are there. Let us select 11. 15 C 11 ways it can be done. A bag contains 5 white, 6 red, and 4 blue balls. Determine number of ways in which 2 white, 3 red, and 2 blue balls. So we have to take 2 white and 3 red and 2 blue balls. So it can be done in 5C2 into 6C3 into 4C2. Find value, this one. Again, expanding, we get the correct answer. How many words with or without meaning can be formed using the letters of the word chemistry? Using each letter exactly once. So chemistry. So C, no, total number of words is equal to C is not repeated, H is not repeated, E is not repeated, M is not repeated, I is not repeated, S is not repeated, T, R, Y, nothing is repeated. Total number of objects equal to 3 plus 3 plus 9. So it can be done in total number of arrangements. It will be 9 factorial. How many of them start with the C and end in Y? So starting letter is C and ending letter is Y. So remaining, we have to fix these two positions. So remaining positions are 7. Total number of arrangements will be 7 factorial. Again, repeated question. What is the total number of ways of choosing 4 cards from a pack of 52 playing cards? How many of these cards are of same suit? Same suit diagram. So 13 diamonds or 13 clubs or 13 spade or 13 hearts. That will be 13C4 plus 13C4 plus 13C4. That will be 4 into 13C4 is our correct answer. Now, again, same kind of question. Solve this. In how many ways can 7 athletes chosen from out of 12? So 12C7. English alphabet has 5 vowels and 21 consonants. How many words with or without with two different vowels and 2 different consonants can be found without repetition of letters? So we have to select 4 objects, 2 position for vowels and 2 position for consonants, right? So vowels can be selected in 5C1, 5C2 ways. Consonants can be 21C2 ways. Then 4 objects are there, it can be arranged in 4 factorial ways. So 5C2 into 21C2 into 4 factorial is our answer. So same kind of question. There are 11 persons in a party. Each of them shake hands with all others. What is the total number of shake hands? So when 2 members are involved in a shake hand, we get a shake hand. So here we have to select 2 persons at a time.
out of 12. It can be done in 12 C2 ways, which is equal to 12 into 11 divided by 1 into 2 is equal to 11 into 6 equal to 66. Shake hands. How many ways a committee of 3 men and 2 women selected out 7 men and 5 women? 7 men, 5 women have to select 3 men and 2 women. It's equal to 7C3 into 5C2. If the letters of the word equation are arranged, find the number of arrangements in which no two constants are adjacent. Already done this kind of problem. ഇക്വേഷനിൽ ആകെ 5 വവൽസും 2 കോൺസ്റ്റൻസും ആണുള്ളത്. ആയിട്ടുള്ള 3 കോൺസ്റ്റൻസ്. സോ ഓരോ വവൽസിനും നമുക്ക് 5 വവൽസ് ഉണ്ട്. 5 വവൽസിനെ നമുക്ക് 5 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. 5 ഫാക്ടോറിയൽ വേസിൽ വവൽസിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. വവൽസ് 5 ഉള്ളത്. ദെൻ കോൺസ്റ്റൻസിന് ഇരിക്കാവുന്ന പൊസിഷൻസ്. കോൺസ്റ്റൻസിനെ ഈ പൊസിഷനിൽ അറേഞ്ച് ചെയ്യാം, ഇവിടെ അറേഞ്ച് ചെയ്യാം, ഇവിടെ അങ്ങനെ 6 പൊസിഷനിലാണ് കോൺസ്റ്റൻസിനെ അറേഞ്ച് ചെയ്യാമെന്ന്. കോൺസ്റ്റൻറ്റ് ഈ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് 2 കോൺസ്റ്റൻസ് അടുത്തടുത്ത് വരില്ല. സോ 5 ഫാക്ടോറിയൽ ഇൻറ്റു 6 പൊസിഷനിൽ 3 പൊസിഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യണം. ദാറ്റ് വിൽ ബി 6C3 ഇൻറ്റു 3 കോൺസ്റ്റൻസ് ആണുള്ളത്. 3 കോൺസ്റ്റൻസിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 3 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. സോ ദിസ് ഈസ് അവർ ആൻസർ. സോ വി ഹാവ് 22CR പ്ലസ് 2 ഈക്വൽ ടു 22 2R minus 1. എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഇൻ ഹൗ മെനി വേസ് എ കമ്മിറ്റി ഓഫ് 3 men and 2 women be selected from a group of 5 men and 4 women if Mr. A is always included and Mr. B is never, Mrs. B is never included. എന്നിരിക്കുന്ന ഡാറ്റയെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആകെ 5 മെന്നും 4 വിമനുമാണുള്ളത്. ഓക്കെ, അതിൻ്റെ അകത്തുനിന്ന് 3 മെന്നും ആൻഡ് 2 വിമനും അടങ്ങിയ കമ്മിറ്റിയാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകം പറഞ്ഞിരിക്കുന്നു അതിനകത്ത് മിസ്റ്റർ എ ഈസ് ഓൾവേസ് ഇൻക്ലൂഡഡ്. ഓക്കെ, അപ്പോൾ 5 പേരിൽ മിസ്റ്റർ എ എന്ന് പറയുന്നത് ഓൾവേസ് ഇൻക്ലൂഡഡ് ആണ്. 5 പേരിൽ മിസ്റ്റർ എ ഇൻക്ലൂഡഡ് ആണെങ്കിൽ ആ മെന്നിൻ്റെ അകത്ത് 3 മെന്നിൽ ഉറപ്പായിട്ടും 2 മെന്ന് ആൻഡ് എ എന്ന് പറയുന്ന ആൾ നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഓക്കെ, 2 മെന്ന് ആൻഡ് എ. സോ ഈ മെന്നിനെ തന്നെ ഇപ്പം 4 മെന്ന് ഡാറ്റ നമ്മളൊന്നുകൂടെ പരിഷ്കരിക്കുകയാണ്. സോ ഡാറ്റ പറയുന്നത് 4 മെന്ന് പ്ലസ് എ. അതിൽ സെലക്ട് ചെയ്യപ്പെടുന്നത് 2 മെന്നും ആൻഡ് എ. ഓക്കെ, 2 മെൻ പ്ലസ് എ സെലക്ട് ചെയ്യപ്പെടുന്നത് എന്തായാലും. ആൻഡ് 4 വിമനിൽ 2 വിമനെയും സെലക്ട് ചെയ്യണം. ഓക്കെ, ആ 4 വിമൻ്റെ അകത്ത് ഉറപ്പായിട്ട് ബി എക്സ്ക്ലൂഡഡ് ആണ്. സോ 3 വിമനെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. 3 വിമനും പ്ലസ് ബിയും ആണുള്ളത്. സോ അതിൻ്റെ അകത്ത് വിമൻ്റെ അകത്ത് എത്ര പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്? 2 വിമനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. 2 വിമൻ്റെ അകത്ത് എ ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഈക്വൽ ടു 4 മിനിറ്റ് അകത്ത് 2 പേരെ എടുത്താൽ മതി. കാരണം എ ഓൾറെഡി സെലക്റ്റഡ് ആയി ഓൾറെഡി ഉണ്ടാവും. സോ 4 മിനിറ്റ് അകത്ത് 2 മിനിറ്റ് എത്ര രീതിയിൽ എടുക്കാം? 4C2 ബേസിൽ എടുക്കാം. ആൻഡ് ബിയുടെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ബി എന്തായാലും എക്സ്ക്ലൂഡഡ് ആണ്. സോ ഇൻറ്റു 3 വിമൻ്റെ അകത്ത് 2 വിമനെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? ദാറ്റ് ഈസ് 3C2. സോ 4C2 ഇൻറ്റു 3C2 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. റൈറ്റ്. ദെൻ ഇവിടെ ഫസ്റ്റ് പാർട്ടിൽ ചോദിച്ചിട്ട് ഹൗ മെനി വാല്യൂസ് ഓഫ് ആർ വിൽ സാറ്റിസ്ഫൈസ് ദിസ് ഇക്വേഷൻ? എത്ര ആറിൻ്റെ വാല്യൂസ് സാറ്റിസ്ഫൈ എന്നാണ് ചോദ്യം. സോ ഇതിനെ നമുക്കൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 22 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 22 minus r minus r 22 minus r plus 2 is 20 minus r factorial equal to 22 factorial divided by 20. That is our value will be 22 minus 2r minus 1 minus of minus plus r. അപ്പോൾ 23 minus 2r എന്ന് കേട്ടെ. 23 minus 2r factorial. Right. Now ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും കിട്ടാൻ നോക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 22 ഫാക്ടർ 2 സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്യാം. ബാക്കി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 23 മൈനസ് 2r ഇൻറ്റു 23 മൈനസ് ഒന്നുകൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 22 മൈനസ് r എന്ന് കിട്ടും. 22 മൈനസ് 2r ഇൻറ്റു 22 മൈനസ് ഒരു r കൂടെ 21 മൈനസ് 2r എന്ന് കിട്ടും. ഓക്കെ, ഇൻറ്റു
20 minus 2r equal to റൈറ്റ് സൈഡിലുള്ളത് r factorial 20 minus 2r factorial, right? So this is equal to റൈറ്റ് സൈഡിൽ നമുക്ക് ബാക്കിയുള്ളത് 20 മൈനസ് ആർ ഫാക്ടോറിയൽ ആണ്. 20 മൈനസ് ആർ ഫാക്ടോറിയൽ ഇത് ഒന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ നമുക്ക് കിട്ടുക 20 മൈനസ് 2r എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 20 മൈനസ് 2r, റൈറ്റ്? സോ വി ഹാവ് ഏറ്റവും സിംപ്ലിഫൈ അപ്പോൾ ടോട്ടൽ വാല്യൂസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇവിടെ എത്ര കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 22 സി ആർ പ്ലസ് 2 ഈക്വൽ ടു 22 സി ആർ 2r മൈനസ് 1 എന്നാണ്. സോ ആർ പ്ലസ് 2 ഒന്നെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സ് ഈക്വൽ അല്ലെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 22 കിട്ടണം. സോ ആർ പ്ലസ് 2 പ്ലസ് 2r മൈനസ് 1. സോ ആർ പ്ലസ് 2 2r മൈനസ് 1 ഒബ്വിയസ്ലി ഈക്വൽ അല്ല. സോ വി ഹാവ് ആർ പ്ലസ് 2 പ്ലസ് 2r മൈനസ് 1 ഈസ് ഈക്വൽ ടു 22 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 3r plus 1 is equal to 3r plus 1 is equal to this is 21 22, right? Then 3r is equal to 21, r equal to 7. So r no ഒറ്റ values ആയിരിക്കാൻ പറ്റത്തുള്ളൂ. That's it. Now when the letters of the word father are arranged in a dictionary, find the position in which the given word comes. ഡിക്ഷണറിയുടെ അറേഞ്ച് ചെയ്യുമ്പോൾ ഫാദർ എന്ന് പറയുന്ന വേർഡ് എത്രാമതായിട്ടാണ് വരുന്നത്? ഓക്കെ, all the letters are distinct. We are trying to write them as in the order in a dictionary. So first letter will be A. A is first letter. The second letter in the dictionary will be A E. Next will be A E F H R T. This is the letters comes in the dictionary. So first we starts with the letter starts with the A. If first letter is A, remaining 5 positions it can be arranged in 5 factorial ways. So word starts with the A is equal to 5 factorial. Then word starts with the E. So in dictionary when you are writing or arranging letters using this word, letters of this word, you have letter start with the A is equal to 5 factorial is equal to 120 words are there. Then word start with the E. Next we take word starts with the E. What are they? If first position is E, next position can be filled using 5 letters, that is 5 factorial ways, which is 120. Then letter starts with the F. Okay, starts with the F means first letter is F, then remaining letter is 5 factorial ways. It can be arranged 5 factorial is equal to 120. So father, letter father comes in this area. So already we have covered 120 plus 120, 240 letters are covered. Father comes after that one. So we take 120 plus 120 is equal to 240. 240 നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ദെൻ ഫാദർ എന്ന് പറയുന്ന വേർഡിൽ അടുത്ത് വരുന്ന വാക്ക് എന്ന് പറയുന്നത് FA ആണ്. ഓക്കെ, എയിൽ ഡിക്ഷണറിയിൽ എയിലുള്ള ലെറ്റേഴ്സ് കവർ ചെയ്തു, ഇയിലുള്ളത് കഴിഞ്ഞു. അത് എഫിൽ വരുന്ന ഏതൊക്കെ ലെറ്റേഴ്സ് ഫാദറിന് മുന്നേ ആയിട്ട് വരും എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ലെറ്റർ F ആണ് നമുക്കറിയാം. സോ ഫാദറിൽ അടുത്ത ലെറ്റർ ഒബിയസ്ലി ഡിക്ഷണറി ഓർഡർ എഴുതുമ്പോൾ എന്തായാലും എഫ്എയിലുള്ള ലെറ്റർ ആയിരിക്കും ഉണ്ടാകുക. കാരണം ഡിക്ഷണറി ഓർഡറാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഡിക്ഷണറി ഓർഡറിൽ എയിലും ഇയിലുള്ള കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എഫിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക. എഫിൽ ഡിക്ഷണറി ഓർഡറിൽ വരുന്ന FA തുടങ്ങിയ വേർഡ്സ് ആയിരിക്കും ആദ്യം ഉണ്ടാവുക. ദെൻ FA എന്ന് പറയുന്ന പൊസിഷൻ അതേപോലെ തന്നെ വെക്കുക. ദെൻ അതിനുശേഷം ഫാദറിന് മുന്നേയായിട്ട് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഡിക്ഷണറിയിൽ FA, അതിനുശേഷം ആദ്യം വരുന്ന ലെറ്റർ എന്ന് പറയുന്നത് FA കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരേണ്ടത് A കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ആണ് അല്ലേ. FA എന്ന് പറഞ്ഞ ഫിക്സഡ് ആണ്. FAE ഒരു ഓപ്ഷനാണ്. FA കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരാൻ സാധ്യതയുള്ളത് FA കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്ക് ശേഷം FAHൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ്, അതുപോലെ തന്നെ FARൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ്. ഈ വേർഡ്സൊക്കെ ഫാദറിന് മുന്നേ ഡിക്ഷണറിയിൽ ഉണ്ടാകുന്ന വേർഡ്സുകളാണ്. സോ FAEൽ സ്റ്റാർട്ട് ചെയ്യുന്ന FAHൽ സ്റ്റാർട്ട് ചെയ്യുന്ന അതുപോലെ FARൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇത്ര വേർഡ്സ് ഉണ്ടാവും. സോ അതർ 3 പൊസിഷൻ ഉണ്ട്. ആ 3 പൊസിഷൻ 3 ഫാക്ടോറിയൽ വേസിൽ നമുക്ക് ഫില്ല് ചെയ്യും. ഇവിടെയും 3 ഫാക്ടോറിയൽ വേസിൽ ഇത് 3 ഫാക്ടോറിയൽ വേസ്. സോ ഇതൊക്കെ ഫാദറിന് മുന്നേ വരുന്ന വേർഡ്സ് ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 3 ഫാക്ടോറിയൽ 6 ആണ്. സോ 18. സോ ഇവിടെ 240 വേർഡ്സ് ഓൾറെഡി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഫാദറിന് മുന്നേ വരുന്നത്. അതിനുശേഷം ഫാദറിന് മുന്നേ ആയിട്ട് വരുന്ന 18 വേർഡ്സും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി FA അടുത്ത് വരുന്നത് FATHൽ FA R കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ FAT ആയിരിക്കണം അല്ലേ.
അത് എഫ് എ ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എഫ് എ ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിക്ഷണറിയിൽ അടുത്ത് വരുന്നത് എഫ് എ ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് എ ടി ഇ വരും. ഓക്കെ, എഫ് എ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് എ ടി സ്റ്റാർട്ട് ചെയ്യുന്നു, അടുത്ത് ഇ വരുന്ന ഓപ്ഷൻസ് എഫ് എ എടുത്തു, ടി വന്നു, ദെൻ ഇ ആണ് അടുത്ത് വരുന്നത്. എഫ് എ ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര വേർഡ്സ് ഉണ്ടാവും? അത് കഴിഞ്ഞ് വരുന്നതായിരിക്കും എഫ് എ ടി എച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ്. എഫ് എ ടി എച്ചിൽ എഫ് എ ടിയിൽ വരുന്ന വേർഡ്സ്, എഫ് എ ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ്, എഫ് എ ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കി റിമൈനിങ് 2 പൊസിഷൻ ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ബി അറേഞ്ച് ഇൻ 2 ഫാക്ടറൽ വേസ്, ദാറ്റ് ഈസ് 2. ദെൻ എഫ് എ ടി എച്ച് അടുത്ത എഫ് എ ടി എച്ച് ഇത്രയും കൂടെ കഴിഞ്ഞിട്ട് എഫ് എ ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് വരുന്ന വാക്ക് ഇതായിരിക്കും എഫ് എ ടി എച്ച് ആയിരിക്കും ഡിക്ഷണറിയിൽ അടുത്ത വാക്ക്. ഇ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച്, ദെൻ അടുത്ത വാക്ക് എന്ന് പറയുന്നത് ഇ, ദെൻ ആർ. സോ ദിസ് വിൽ ബി ദ ഫാദർ. ഫാദർ എന്ന് പറയുന്നത് എത്രാമത്തെ വാക്കായിട്ടായിരിക്കും അപ്പോൾ വരിക? ഓൾറെഡി നമ്മൾ ഡിക്ഷണറി ഓർഡറിൽ 240 + 18 + 2 വേർഡ്സ് കംപ്ലീറ്റ് ചെയ്തു, ദാറ്റ് ഈസ് 260 വേർഡ്സ് കംപ്ലീറ്റ് ചെയ്തു. സോ 261 വാക്കായിട്ടാണ് ഫാദർ ഉണ്ടാവുക. ഓക്കെ, നൗ എൻ സി 11 = എൻ സി 9. എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, എക്സ്പാൻഡ് ചെയ്യുക, എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. സോ ഇവിടെ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് n = 11 + 9 = 20 എന്ന് കിട്ടും. ഓക്കെ, ഫൈൻഡ് വാല്യൂ ഓഫ് ആർ മേക്കിംഗ് എൻ സി ആർ ദ ലാർജസ്റ്റ്. എൻ സി ആർ ലാർജസ്റ്റ് ആണെങ്കിൽ എൻ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കാം? ഓക്കെ, എത്ര കുറച്ച് റെഡ്യൂസ് ചെയ്യണമെന്ന് ആലോചിച്ചാൽ മതി. എത്ര പ്രാവശ്യം റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂയിൽ എൻ സി ആറിന് മാക്സിമം വാല്യൂ വരും. ഇവിടെ നമുക്ക് എൻ്റെ വാല്യൂ 10 തന്നിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ n = 10 ആയിരിക്കും. സോ n = 20, 9 + 11 = n = 20 എന്ന് കിട്ടും. സോ ആറിൻ്റെ വാല്യൂ മാക്സിമം ആണെങ്കിൽ, എൻ സി ആർ മാക്സിമം ആണെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദ്യം. സോ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ബിഗർ നമ്പർ. ഫോർ എക്സാമ്പിൾ 20C2 ആണെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് 20 × 19 / 1 × 2 ആയിരിക്കും. സോ 20C10 ആണെങ്കിൽ വാല്യൂ എന്തായിരിക്കും? 20 × 19 × എക്സെട്ര × 10 പ്രാവശ്യം റെഡ്യൂസ് ചെയ്യണം, ദാറ്റ് വിൽ ബി 11 / 1 × 2 × up to 10. സോ ഈ വാല്യൂ ആയിരിക്കും വലുതായിട്ട് കിട്ടുക, റൈറ്റ്? സോ കൂടുതൽ പ്രാവശ്യം റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ ബിഗർ നമ്പർ. ദെൻ എ പോളിഗൺ ഹാസ് അതിൻ്റെ മിഡിൽ വരുന്നതായിരിക്കും മാക്സിമം നമ്പർ. എ പോളിഗൺ ഹാസ് 11 എ പോളിഗൺ ഹാസ് 10 വെർട്ടിസസ് ലൈങ് ഓൺ എ സർക്കിൾ. ഒരു പോളിഗണ് സർക്കിളിലാണ് കിടക്കുന്നത്, അതിന് 10 സൈഡ്സ് ഉണ്ട്. 10 സൈഡ്സ് ഉള്ള 10 സൈഡ്സ് ഞാൻ വരയ്ക്കുന്നില്ല, ഓക്കെ, 5 സൈഡ്സ് വരച്ചിട്ടുള്ളൂ, റൈറ്റ്? ദെൻ ഫൈൻഡ് നമ്പർ ഓഫ് ഡയഗണൽസ്. എത്ര ഡയഗണൽസ് ഉണ്ടായിരിക്കും എന്നാണ് ചോദ്യം. സോ ഒരു ഡയഗണൽ ഫോം ചെയ്യുന്നപ്പോഴാണ്, 2 വേർട്ടിസസ് ജോയിൻ ചെയ്യുമ്പോഴാണ് ഒരു കോഡ് ഫോം ചെയ്യുന്നത് നമുക്കറിയാം. ഡയഗണൽ എന്ന് പറയുന്നത് വെർട്ടിസസിനേക്കാൾ, ഓക്കെ, ഡയഗണൽസിൻ്റെ എണ്ണം ഇവിടെ നിന്നുള്ള ഡയഗണൽസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വെർട്ടീസസിനേക്കാൾ 2 കുറവായിരിക്കും, റൈറ്റ്? സോ ഇവിടെ നിന്നുള്ളത് ഇത് 2 കൂടെ കുറയ്ക്കണം, ഓക്കെ, റൈറ്റ്? അങ്ങനെയാണ് ടോട്ടൽ നമ്പർ ഓഫ് ഡയഗണൽസ് കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ നമ്പർ ഓഫ് കോഡ്സ്, ഇതൊരു ഡയഗണലാണ്, ഇങ്ങനെ ഒരുപാട് ഡയഗണൽസ് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ കോഡ്സിൻ്റെ എണ്ണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, സൈഡ്സ് ആയിട്ട് വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പോളിഗണിൻ്റെ സൈഡ്സ് ആണ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡയഗണൽസ് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഫസ്റ്റ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് കോഡ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ നമ്പർ ഓഫ് കോഡ്സ് = 10C2 കോഡ്സ് ആയിരിക്കും ഉണ്ടാവുക. 10C2 = 10 × 9 / 1 × 2 = 45 കോഡ്സ് ടോട്ടൽ ഉണ്ടായിരിക്കും. സോ ഈ 45-ൽ കുറച്ചെണ്ണം നമ്മുടെ സൈഡ്സ് ആയിരിക്കും. ഓക്കെ, ടോട്ടൽ എത്ര സൈഡ്സ് ഉണ്ടായിരിക്കും? ടോട്ടൽ 10 വെർട്ടിസസ്, ഓക്കെ, 5 വെർട്ടിസസ് ജോയിൻ ചെയ്യുമ്പോൾ 1 2 3 4 5 സൈഡ്സ് ക്രിയേറ്റ് ചെയ്യും. ദെൻ 10 വെർട്ടിസസ് ജോയിൻ ചെയ്യുമ്പോൾ 10 സൈഡ്സ് ഉണ്ട്. ആ സൈഡ്സ് കുറയ്ക്കുക, ദാറ്റ് ഈസ് 45 - 10 = 35 ഡയഗണൽസ് ആയിരിക്കും ആകെ ഉണ്ടാവും. ദാറ്റ്സ് അവർ കറക്റ്റ് ആൻസർ. ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ദെൻ ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് ക്യാൻ ലെറ്റേഴ്സ് ടു ഹെക്സഗൺ ബി പെർമ്യൂട്ടഡ്? പെർമ്യൂട്ടേഷൻ ടോട്ടൽ അറേഞ്ച്മെൻ്റ് ആണ്. ദെൻ സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ഇയറിലും കാണുന്നത്. സോ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ കുറച്ചെങ്കിലും കൺഫ്യൂസിംഗ് ആണ് കുറച്ച് പേർക്കെങ്കിലും. അതിൻ്റെ കൃത്യമായിട്ടുള്ള കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കുക. ദെൻ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം ചെയ്യുക. ദിസ് ഇസ് വെരി ഹെൽപ്ഫുൾ. താങ്ക് യു. ഈ ഒരു ചോദ്യം കൂടെ നോക്കിയാൽ, ഇനി പഞ്ചായത്ത് there are 10 പഞ്ചായത്ത് മെമ്പേഴ്സ്. ഒരു പഞ്ചായത്തിൽ ആകെ 10 പഞ്ചായത്ത് മെമ്പേഴ്സാണുള്ളത്. ഓക്കെ, ആകെ
10 പഞ്ചായത്ത് മെമ്പേഴ്സാണുള്ളത്. അതിൻ്റെ ലേഡീസ് കണ്ടസ്റ്റഡ് ഓൺലി ഇൻ 50% റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യൻസി. ഇഫ് ദ പോസ്റ്റ് ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ക്യാൻ ബി സെലക്ടഡ് ഇൻ ഹൗ മെനി ഡിഫറെൻറ്റ് വൈസ്. സോ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഡാറ്റ അഡീഷണൽ തന്നിട്ടുണ്ട്. 10 പഞ്ചായത്ത് മെമ്പേഴ്സാണുള്ളത്. അതിൻ്റെ അകത്ത് നിന്ന് ഒരു വൈസ് പ്രസിഡന്റിനെയും ആൻഡ് ഒരു പ്രസിഡന്റിനെയാണ് സെലക്ട് ചെയ്യാനുള്ളത്. സോ വേറെ കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇഫ് ദ പോസ്റ്റ് ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ക്യാൻ ബി സെലക്ട് ഇൻ ഇത്ര ഡിഫറെൻറ്റ് വൈസ്. നമുക്ക് അഡീഷണൽ ഡാറ്റ എന്നിരിക്കുന്നത് 50% വിമൻ ആണ് കണ്ടസ്റ്റ് ചെയ്തത്. അപ്പോൾ മിനിമം 5 മെമ്പേഴ്സ് എങ്കിലും വിമൻ ആയിട്ടുണ്ടാവും നിർബന്ധമായിട്ടും. ആൻഡ് ബാക്കി എത്രയാണ്, മിനിമം 5 ഉണ്ടാവും, ചിലപ്പോൾ 5 അതിൽ കൂടുതലും ആകാം. ഓക്കെ. ദെൻ 10 മെമ്പേഴ്സിൻ്റെ അകത്ത് 2 പേരെ സെലക്ട് ചെയ്യണം. ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 10 seat ways. സോ ഇതിനകത്ത് കുറച്ച് അഡീഷണൽ ഡാറ്റ തന്നിട്ടുണ്ട്, നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പോസ്റ്റിനകത്ത് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും പറയുന്നത്. ഇഫ് ദ പോസ്റ്റ് ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ക്യാൻ ബി സെലക്ട് ചെയ്യുന്നത് എത്ര ഡിഫറെൻറ്റ് വേസിൽ നിന്നാണ്. ദാറ്റ് വിൽ ബി 10 നിന്ന് 2 പേരെ സെലക്ട് ചെയ്യുന്നത്. ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 10 seat ways. ദാറ്റ്സ് അവർ ആൻസർ. ഓക്കെ. ദെൻ NCR n-6 ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. പ്രൂഫ് ഉണ്ട്. ദെൻ 28 matches were played in a volleyball tournament. Each time playing one against each other. How many teams were there? ഓക്കെ. ഒരു മാച്ച് കളിക്കണമെങ്കിൽ 2 പേരെ സെലക്ട് ചെയ്യണം. സോ ടോട്ടൽ നമ്പർ ഓഫ് ടീംസിൻ്റെ എണ്ണം N ആണെങ്കിൽ അറ്റ് എ ടൈം 2 പേര് പങ്കെടുക്കുമ്പോഴാണ് ഒരു മാച്ച് നടക്കുക. 2 പേരെ സെലക്ട് ചെയ്യണം. സോ NC2 NC2 അങ്ങനെ 2 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 28 മാച്ച് നടക്കും. NC2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 28 ആണ്. സോ റിഡ്യൂസ് ചെയ്യുക. ദാറ്റ് ഇസ് N-1 ഡിവൈഡ് ബൈ 1 × 2 എന്ന് പറയുന്നത് 28 ആണ്. ദെൻ N-1 എന്ന് പറയുന്നത് 2 × 28 വിൽ ബി 56. N-1 56 ആണെങ്കിൽ N-ൻ്റെ വാല്യൂ 8 × 7 56 ആണ് നമുക്കറിയാം. സോ N=8 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ടോട്ടൽ നമ്പർ ഓഫ് ടീംസ് 8 ആയിരിക്കും. സോ സിമിലർ ആയിട്ടുള്ള ചോദ്യം നമ്മൾ ചെയ്തതാണ്. ട്യൂട്ടർ എന്ന് പറയുന്ന വേർഡ് ഡിക്ഷണറിയിൽ എത്രാമത്തെ വേർഡായിട്ടാണ് വരുമെന്നാണ് ചോദ്യം. സോ അത് നമുക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ മുൻപ് ചെയ്ത ID ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. ദെൻ ഈ പ്രോബ്ലങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങളാണ്, നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ പ്രോബ്ലങ്ങളാണ്. താങ്ക് യു.